ഇവിടെ APJ അബ്ദുൽ കലാമിനെ കുറിച്ചാണ് പറയുന്നത്. ജസ്റ്റ് എല്ലാം ഒന്നുമില്ല, വളരെ ചുരുക്കിയേ പറയുന്നുള്ളൂ. നമ്മൾ വളരെ വേഗത്തിൽ നമുക്ക് ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പൊ അതിനിടയ്ക്ക് എനിക്ക് അളവോടായിട്ടുള്ള വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പൊ ഇതിനുമ്പ് എനിക്ക് പോർഷൻ തീർക്കണം. അപ്പൊ ഞാൻ APJയെ കുറിച്ച് പറയുവാണ്. APJയുടെ പീരീഡ് 2002 മുതൽ 2007 വരെയായിരുന്നു APJ അബ്ദുൽ കലാമിന്റെ പീരീഡ്. ഓക്കെ അല്ലേ? അദ്ദേഹം ജനിച്ചത് 931 രാമേശ്വരത്ത് അദ്ദേഹം ജനിച്ചു. ഓക്കെ അല്ലേ? 981 അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചു. 1990 അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിച്ചു. 1997 അദ്ദേഹത്തിന് ഭാരതരത്ന ലഭിച്ചു. ഈ വർഷങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയും. ജനിച്ചത് 931, 81 പത്മഭൂഷൺ, 990 പത്മവിഭൂഷൺ, 997 ഭാരതരത്ന. മേജർ ജനറൽ പൃഥ്വിരാജ് എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ സയന്റിസ്റ്റ്, ഇന്ത്യയുടെ വർഷങ്ങളാണോ? 931 രാമേശ്വരം, 931 രാമേശ്വരത്ത് ജനിച്ചു. 981 പത്മഭൂഷൺ ലഭിച്ചു. 990 പത്മവിഭൂഷൺ ലഭിച്ചു. 997 ഭാരതരത്ന ലഭിച്ചു. ഓക്കെ അല്ലേ? മേജർ എന്തെങ്കിലും പറയണോ ഒന്നൂടാ? ഓക്കെ. മേജർ ജനറൽ പൃഥ്വിരാജ് എന്ന് അറിയപ്പെടുന്ന ഇന്ത്യയുടെ രാഷ്ട്രപതി, ഇന്ത്യയുടെ ഇന്ത്യൻ സയന്റിസ്റ്റ് ഒക്കെ ആയിരുന്നു പൃഥ്വിരാജ്. പൃഥ്വിരാജ് അല്ല, APJ അബ്ദുൽ കലാം. മേജർ ജനറൽ പൃഥ്വിരാജ്, മേജർ ജനറൽ പൃഥ്വിരാജ്. ഓക്കെ അല്ലേ? ഇന്ത്യൻ മിസൈലുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ മിസൈലുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നു. യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി. യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി. ഓക്കെ അല്ലേ? ഇന്ത്യൻ മിസൈലുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇന്ത്യയുടെ മിസൈലുകളായ നാഗ്, പൃഥ്വി, അഗ്നി, ആകാശ്, തൃശൂർ ഇവയൊക്കെ ഇദ്ദേഹത്തിൻ്റെതാണ്. ഇദ്ദേഹത്തിനായിരുന്നു ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ. ഓക്കെ അല്ലേ? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. പറയാം. ഇന്ത്യൻ മിസൈലുകളുടെ പിതാവ്, അദ്ദേഹം രൂപകൽപ്പന ചെയ്ത അല്ലെങ്കിൽ അദ്ദേഹം മാസ്റ്റർ ബ്രെയിൻ ആയിട്ടുള്ള മറ്റ് പ്രധാനപ്പെട്ട മിസൈലുകളാണ് നാഗ്, പൃഥ്വി, അഗ്നി, ആകാശ്, തൃശൂർ. നാഗ്, പൃഥ്വി, അഗ്നി, ആകാശ്, തൃശൂർ. നാഗ്, പൃഥ്വി, അഗ്നി, ആകാശ്, തൃശൂർ. ഓക്കെ അല്ലേ? ശരി. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ, ജനങ്ങളുടെ പ്രസിഡന്റ് എന്നിങ്ങനെ അറിയപ്പെടും. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ, ജനങ്ങളുടെ പ്രസിഡന്റ് എന്നിങ്ങനെ അറിയപ്പെടും. അസംബ്ലി തിരഞ്ഞെടുപ്പിൽ, നിയമസഭാ ഇലക്ഷനിൽ വോട്ട് ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി. നിയമസഭാ ഇലക്ഷനിൽ വോട്ട് ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി. ലോക്സഭാ ഇലക്ഷനിലാണെങ്കിൽ KR നാരായണനാണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഒക്ടോബർ മാസം അതായത് നിയമസഭാ ഇലക്ഷനിൽ വോട്ട് ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി. ഓക്കെ അല്ലെ? ലോക്സഭയിലാണെങ്കിൽ KR നാരായണനാണ്. ഓക്കെ അല്ലെ? ഒക്ടോബർ മാസം 15 ലോക വിദ്യാർത്ഥി ദിനമായിട്ട് ആചരിക്കുന്നു. ലോക വിദ്യാർത്ഥി ദിനം ഏതെന്ന് ചോദിച്ചാൽ ഒക്ടോബർ മാസം 15. ഓക്കെ അല്ലെ? അദ്ദേഹം സ്വിറ്റ്സർലാൻഡില് സന്ദർശനം നടത്തി. അതിന്റെ ഓർമ്മയ്ക്ക് സ്വിറ്റ്സർലാൻഡുകാര് മെയ് മാസം 26 ശാസ്ത്ര ദിനമായിട്ട് ആചരിക്കുന്നു. ഓക്കെ അല്ലെ? അദ്ദേഹം സ്വിറ്റ്സർലാൻഡിൽ ചെന്നു. അതൊരു മെയ് മാസം 26 ചെന്നത്. അപ്പൊ അതുകൊണ്ട് സ്വിറ്റ്സർലാൻഡിലെ ആൾക്കാർ അവരുടെ ശാസ്ത്ര ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് മാസം 26 ആ ഓർമ്മയ്ക്ക്. ഒക്ടോബർ 15 ലോക വിദ്യാർത്ഥി ദിനമായിട്ട് ആചരിക്കുന്നു. ഒക്ടോബർ 15 ലോക വിദ്യാർത്ഥി ദിനമായിട്ട് ആചരിക്കുന്നു. ഓക്കെ അല്ലേ? ജൂലൈ മാസം 27 2015 അദ്ദേഹം മരിക്കുന്നത്. പേയ്ക്കറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത്, രാമേശ്വരത്തെ പേയ്ക്കറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം. പേയ്ക്കറമ്പ് രാമേശ്വരത്താണ് അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം. ആ സ്ഥലം കൂടി പറയൂ. അതായത് അദ്ദേഹം രാമേശ്വരത്താണ് അദ്ദേഹത്തെ അടക്കുന്നത്. പേയ്ക്കറമ്പ് രാമേശ്വരം എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം. ഓക്കെ അല്ലേ? ഇനി അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതികളാണ്. PSC ചോദിച്ചതേ ഞാൻ പറയുന്നുള്ളൂ, പക്ഷെ എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. പറഞ്ഞ അതെല്ലാം നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡെത്ത് ഡേറ്റ് എന്ന് പറയാമോ? ഡെത്ത് ഡേറ്റ് ജൂലൈ മാസം 27 ഡെത്ത് ഡേറ്റ്. ജൂലൈ 27 2015.
ജൂലൈ 27, 2015. ഓക്കെ സർ, ഓക്കെ. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളാണ് പറഞ്ഞത്. മൈ ജേണി ഫസ്റ്റ്, മൈ ജേർണി എന്നുള്ളതാണ് ഫസ്റ്റ് പുസ്തകം, എന്റെ യാത്ര, മൈ ജേണി. അടുത്തത് എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്, പലപ്പോഴും നിങ്ങൾ കേട്ടുള്ള പുസ്തകങ്ങൾ തന്നെ. ഇഗ്നൈറ്റഡ് മൈൻഡ്സ്, ഇഗ്നൈറ്റഡ് മൈൻഡ്സ് വളരെ ജനകീയമാണ് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഒട്ടുമിക്കത്. ഇഗ്നൈറ്റഡ് മൈൻഡ്സ്, ഒന്നുകൂടി പറയൂ സർ. ഇഗ്നൈറ്റഡ് മൈൻഡ്സ്, മൈൻഡ് മൈൻഡ്, ഇഗ്നൈറ്റഡ് മൈൻഡ്സ്, ഇഗ്നൈറ്റഡ് മൈൻഡ്സ്. ഇൻസ്പയറിംഗ് തോട്ട്സ് മൂന്നാമത്തെ പുസ്തകം, ഇൻസ്പയറിംഗ് തോട്ട്സ് മൂന്നാമത്തെ പുസ്തകം, ഇൻസ്പയറിംഗ് തോട്ട്സ്. ഓക്കെ അല്ലേ? ഇന്ത്യ 2020 എ വിഷൻ, അടുത്ത പുസ്തകം. ഇന്ത്യ 2020 എ വിഷൻ, ഇന്ത്യ 2020 എ വിഷൻ, ഇന്ത്യ 2000. ആ പുസ്തകത്തിൽ അതിന്റെ ബാക്കി കുറച്ച് സാധനമുണ്ട്. ഇന്ത്യ 2020 എ വിഷൻ ഫോർ ദ ന്യൂ മില്ലേനിയം, ഫോർ ദ ന്യൂ മില്ലേനിയം എന്നാണ് ഫുൾ പുസ്തകത്തിന്റെ പേര്. ഇന്ത്യ 2020 എ വിഷൻ ഫോർ ദ ന്യൂ മില്ലേനിയം. ക്വസ്റ്റ്യൻ പേപ്പറിൽ മിക്കവാറും ഇന്ത്യ 2020 എ മിഷൻ എന്നൊക്കെ വിഷൻ, മിഷൻ അല്ല എ വിഷൻ എന്ന് പറഞ്ഞൊക്കെ വരാറുള്ളൂ. പക്ഷെ ആ പുസ്തകത്തിന്റെ മുഴുവൻ പേര് ഇന്ത്യ 2020 എ വിഷൻ ഫോർ ദ ന്യൂ മില്ലേനിയം, ഫോർ ദ ന്യൂ മില്ലേനിയം എന്നാണ്. ഓക്കെ അല്ലേ? അടുത്ത പുസ്തകം മിഷൻ ഇന്ത്യ, മിഷൻ ഇന്ത്യ. അടുത്ത പുസ്തകത്തിന്റെ പേര് മിഷൻ ഇന്ത്യ. അടുത്തത് അദ്ദേഹത്തിന്റെ ദ സ്പിരിറ്റ് ഓഫ് ഇന്ത്യ എന്നാണ് അടുത്ത വേറൊരു പുസ്തകത്തിന്റെ പേര്, ദ സ്പിരിറ്റ് ഓഫ് ഇന്ത്യ. വേറൊരു പുസ്തകത്തിന്റെ പേര് ദ സ്പിരിറ്റ് ഓഫ് ഇന്ത്യ, ദ സ്പിരിറ്റ് ഓഫ് ഇന്ത്യ എന്നാണ് അദ്ദേഹത്തിന്റെ വേറൊരു പുസ്തകം. ഇനി അദ്ദേഹത്തിന്റെ ആത്മകഥ വിങ്സ് ഓഫ് ഫയർ, അഗ്നിച്ചിറകുകൾ, വിങ്സ് ഓഫ് ഫയർ, ആത്മകഥ വിങ്സ് ഓഫ് ഫയർ. ബുക്സ് ഒന്നുകൂടി പറയൂ സർ. സോറി ലീന, ഒന്നുകൂടെ പറയൂ. ബുക്സ് ഒന്നുകൂടി പറയാവോ? എല്ലാം പറയാം. ഇത് ഒന്നുകൂടെ പറയാം. ഇത് ആർക്കെങ്കിലും വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ? ഇല്ല, നമുക്ക് ഒന്നുകൂടെ പറയാം. ഇദ്ദേഹത്തിന് പത്മവിഭൂഷൺ കിട്ടിയ വർഷം എന്ന് പറയാവോ? കേട്ടില്ല. പത്മവിഭൂഷൺ കിട്ടിയ വർഷം, ഇദ്ദേഹത്തിന് പത്മവിഭൂഷൺ കിട്ടിയ 90, 1990 പത്മഭൂഷൺ. സർ ഭാരതരത്നം കിട്ടിയത്, ഭാരതരത്നം കിട്ടിയത് 97. അപർണ ഭദ്രൻ എസ്, അപർണ. ഇനി പുസ്തകങ്ങൾ ഒന്നുകൂടെ പറയാം. ജേണി. ഫെബിൻ, പത്മഭൂഷൺ കിട്ടിയത് 81-ലാണോ? 81. പത്മഭൂഷൺ കിട്ടിയത് 81, 90-ലെ പത്മവിഭൂഷൺ. ഓക്കെ സാർ, താങ്ക് യു സാർ. സാർ ഇദ്ദേഹത്തിന്റെ കൂടെ ഭാരതത്തിന് ലഭിച്ച വേറൊരാളും കൂടെ ഉണ്ടല്ലോ സാർ, 97 തന്നെ. 97 അദ്ദേഹത്തിന്റെ കൂടെ കിട്ടിയത് ആരെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇങ്ങോട്ട് പറയുവാണെങ്കിൽ നമുക്കത് ആഡ് ചെയ്യാം. സാർ ഞാൻ മറന്നു ഏതാണ്ടാ. ഓക്കെ, എനിക്ക് കിട്ടുന്നില്ല, പറയുവാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ അല്ലേ? ശരി, പുസ്തകങ്ങൾ പറഞ്ഞോട്ടെ. ഞാൻ സാറേ പത്മവിഭൂഷൺ ഒന്നും കൂടി പറയാമോ? പത്മവിഭൂഷൺ ഒന്നും കൂടി പറയാമോ? പത്മഭൂഷൺ കിട്ടിയത് 81 പ്ലസ് 9 കൊല്ലം കൂട്ടുക, 1990-ലെ പത്മവിഭൂഷൺ. പത്മഭൂഷൺ കിട്ടി, ആ കിട്ടിയ വർഷത്തിനൂടെ പ്ലസ് 9 കൂട്ടുക, പത്മഭൂഷൺ കിട്ടി. അതിന്റെ കൂടെ പ്ലസ് 7 കൂട്ടുക, ഭാരതരത്നം കിട്ടിയ വർഷം കിട്ടി. 1981-ലെ പത്മഭൂഷൺ, 1990-ലെ പത്മവിഭൂഷൺ, 1997-ലെ ഭാരതരത്നം. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഞാൻ കുഴപ്പിച്ച? ഓക്കെ ആണല്ലോ? ശരി, ഇനി പുസ്തകങ്ങൾ പറയുവാണേ. ഒന്നുകൂടെ പുസ്തകങ്ങൾ പറയുവാണ്. മൈ ജേണി, ആദ്യത്തെ പുസ്തകത്തിന്റെ പേര് മൈ ജേണി, ആദ്യത്തെ പുസ്തകത്തിന്റെ പേര് മൈ ജേണി. രണ്ടാമത്തെ പുസ്തകത്തിന്റെ പേര് ഇഗ്നൈറ്റഡ് മൈൻഡ്സ്, രണ്ടാമത്തെ പുസ്തകത്തിന്റെ പേര് ഇഗ്നൈറ്റഡ് മൈൻഡ്സ്. അതെ, 97-ല് ഭാരതരത്നം ലഭിച്ച ആൾക്കാരെ ഗുൻസാരിലാൽ നന്ദ, ഒരാൾ ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. 97-ല് വേറെ 2 പേർക്ക്, 97-ല് 2 പേർ കൂടെ കിട്ടിയിട്ടുണ്ട്. ഗുൻസാരിലാൽ നന്ദയ്ക്കും കിട്ടി, അരുണ ആസഫ് അലിക്കും കൂടെ APJ അബ്ദുൽ കലാമിന്റെ കൂടെ കിട്ടിയിട്ടുണ്ട് 997 ഭാരതരത്നം. 997-ല് APJ അബ്ദുൽ കലാമിനോട് ഭാരതരത്നത്തിന്റെ മറ്റു 2 പേര് ഗുൻസാരിലാൽ നന്ദ, അരുണ ആസഫ് അലി. ഓക്കെ അല്ലേ? പുസ്തകത്തിലൂടെ ഞാൻ തിരിച്ചു വരുവാണേ. മൈ ജേണി, ഇഗ്നൈറ്റഡ് മൈൻഡ്സ്, ഇൻസ്പയറിംഗ് തോട്ട്സ്, മൂന്നെണ്ണം പറയാണ്. മൈ ജേണി, ഇഗ്നൈറ്റഡ് മൈൻഡ്സ്,
ഇൻസ്പയറിംഗ് തോട്ട്സ്. അടുത്തത് ഇന്ത്യ 2020 എ വിഷൻ ഫോർ ദ ന്യൂ മില്ലേനിയം. ഇന്ത്യ 2020 എ വിഷൻ ഫോർ ദ ന്യൂ മില്ലേനിയം. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തതിലോട്ട് പോവാണ്. മിഷൻ ഇന്ത്യ എന്നാണ് അടുത്ത പുസ്തകത്തിന്റെ പേര്. അടുത്ത പുസ്തകത്തിന്റെ പേര് മിഷൻ ഇന്ത്യ. അടുത്ത പുസ്തകത്തിന്റെ പേര് മിഷൻ ഇന്ത്യ. അടുത്ത വിങ്സ് ഓഫ് ഫയർ, ആത്മകഥയുടെ പേര് വിങ്സ് ഓഫ് ഫയർ. അത് കൂടാതെ ഒരു പുസ്തകം പറഞ്ഞു ദ സ്പിരിറ്റ് ഓഫ് ഇന്ത്യ. ദ സ്പിരിറ്റ് ഓഫ് ഇന്ത്യ. ദ സ്പിരിറ്റ് ഓഫ് ഇന്ത്യ. ഓക്കെ ആണോ? പുസ്തകം ചോദിച്ച ആള് ഓക്കെ ആണോ? ഓക്കെ ആണ്. ശരി. മനു, ഗുൻസാരിലാൽ നന്ദയും നമ്മുടെ അരുൺ ആസഫ് അലി എഴുതിയായിരുന്നോ? ഓക്കെ, താങ്ക് യു. അടുത്തത് ഫസ്റ്റ് ഒന്നുമില്ല, അടുത്ത ആളുടെ പേര് എഴുതുക, അതിന്റെ കൂടെ ഒറ്റ പോയിന്റ് മാത്രം എഴുതി വെച്ചേക്കുക. 2. ഓക്കെ അല്ലേ? പ്രതിഭ പാട്ടീൽ, ആദ്യത്തെ ഇന്ത്യയുടെ വനിതാ രാഷ്ട്രപതി. അടുത്ത ആളുടെ പേര് പറയാം. 2000. പ്രതിഭ പാട്ടീൽ 2007 മുതൽ 2012 വരെ. 2007 മുതൽ 2012 വരെ ആയിരുന്നു പ്രതിഭ പാട്ടീൽ. ഓക്കെ. ഫസ്റ്റ് വുമൺ, യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്ത ഇന്ത്യയുടെ വനിതാ രാഷ്ട്രപതി. ഓക്കെ അല്ലേ? യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ വനിതാ രാഷ്ട്രപതി. ഈ 2 പോയിന്റ് മതി. ഓക്കെ അല്ലേ? ഏറ്റവും കൂടുതൽ വിദേശയാത്ര നടത്തിയ ഇന്ത്യയുടെ രാഷ്ട്രപതി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കളിയാക്കാറുണ്ട് ഇതിനെ. ബട്ട് നല്ല ഒരു ലേഡി ആയിരുന്നു. നല്ല എല്ലാവരുമായിട്ടും നല്ല സഹകരണവും ഹെൽപ്പൊക്കെ ചെയ്യാൻ മെന്റാലിറ്റി ഒക്കെ ഉള്ള ഒരു പ്രസിഡന്റ് ആയിരുന്നു. ഓക്കെ. അടുത്ത ആളിലോട്ട് പോവാണ്. 13ാമത്തെ ആൾ പ്രണാബ് കുമാർ മുഖർജി. 13ാമത്തെ ആളിന്റെ പേര് പ്രണാബ് കുമാർ മുഖർജി. 2012 മുതൽ 2017 വരെ അദ്ദേഹം പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ? പ്രസിഡന്റ് ആവുന്നതിന് തൊട്ട് മുമ്പ് വരെ അദ്ദേഹം ധനകാര്യമന്ത്രി ആയിരുന്നു. പ്രതിരോധ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ധനകാര്യ വകുപ്പിന് തൊട്ട് മുന്നേ പ്രതിരോധ വകുപ്പായിരുന്നു അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന. ഒരുപാട് കോൺഗ്രസിന്റെ 2ാമത്തെ UPA സമയത്ത് പാർലമെന്റിലെ ഏറ്റവും കൂടുതൽ കമ്മിറ്റിയിൽ അധ്യക്ഷനായിരുന്ന ആളൊക്കെ ആയിരുന്നു അദ്ദേഹം. അപ്പൊ നമുക്ക് വേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് ധനകാര്യമന്ത്രി ആയിരുന്ന വ്യക്തിയാണ് പ്രണാബ് കുമാർ മുഖർജി. 2012, 2017. ഓക്കെ അല്ലേ? 2004 ഇദ്ദേഹം പ്രതിരോധ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. 2006 ഇദ്ദേഹം വിദേശകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പം പ്രസിഡന്റ് ആവുന്നതിന് തൊട്ട് മുമ്പ് ധനകാര്യമായിരുന്നു, പ്രതിരോധ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു, വിദേശകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ള ഇന്ത്യയുടെ പ്രസിഡന്റ് ആണ്. IMF, വേൾഡ് ബാങ്ക്, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, IMF, വേൾഡ് ബാങ്ക്, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, ആഫ്രിക്കൻ ഡെവലപ്മെന്റ് ബാങ്ക് ഇവയുടെ ബോർഡ് ഓഫ് ഗവർണൻസിലെ അംഗമായിരുന്നു. അതായത് IMF, ഇന്റർനാഷണൽ മോഡറേഷൻ ഫണ്ട്, IMF. ഓക്കെ അല്ലേ? വേൾഡ് ബാങ്ക്, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, ആഫ്രിക്കൻ ഡെവലപ്മെന്റ് ബാങ്ക്. ഓക്കെ. ഇവയിലെല്ലാം ബോർഡ് ഓഫ് ഗവർണൻസിലെ അംഗമായിരുന്നു. ഈ ബാങ്കുകളുടെയൊക്കെ ബോർഡ് ഓഫ് ഗവർണൻസിൽ അംഗമായിട്ടുള്ള ഇന്ത്യക്കാരനാണ്. 2008 പത്മവിഭൂഷൺ ലഭിച്ചു. ഓക്കെ അല്ലേ? അദ്ദേഹത്തിന് ഭാരതരത്ന കിട്ടിയ വർഷം എന്നോട് പറയാം. അവിടെ എനിക്ക് മെമ്മറി കിട്ടണില്ല. നമ്മൾ 19 18 ഡ്രാമാറ്റിക് പുസ്തകങ്ങളോട്ട് പോകണേ. ആ വർഷം ഞാൻ ഓർമ്മിച്ച് പറഞ്ഞുതരാം. ഡ്രാമാറ്റിക് ഡെക്കേഡ് ആണ് പ്രണാബ് കുമാർജിയുടെ പുസ്തകം. ഡ്രാമാറ്റിക് ഡെക്കേഡ് എന്ന പുസ്തകം അദ്ദേഹത്തിന്റേതാണ്. അതിന്റെ കൂടെ ആ പുസ്തകം രാഷ്ട്രപതിയായിരുന്ന ഇയർ പറയാവോ ഒന്നുകൂടെ? പ്രസിഡന്റ് ആയിരുന്ന ഇയർ? പ്രണാബ് കുമാർ മുഖർജി ഞാൻ ഒന്നുകൂടെ ഇത്രയും പറയുന്നിട്ട് പുസ്തകത്തിലോട്ട് പോകാം. പ്രണാബ് കുമാർ മുഖർജി കാലഘട്ടം 2012 മുതൽ 2017 വരെ. ഇത് ഓക്കെ ആണോ നിങ്ങൾക്ക്? പുസ്തകത്തിലൂടെ ഞാൻ വരാം. ഇത് ഓക്കെ ആണല്ലോ? പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് ധനകാര്യ വകുപ്പ്, പ്രതിരോധ വകുപ്പ്, വിദേശകാര്യ വകുപ്പൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്ന മന്ത്രിയായിരുന്നു. ഓക്കെ അല്ലേ? ഈ വകുപ്പുകൾ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു. IMF, വേൾഡ് ബാങ്ക്, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, ആഫ്രിക്കൻ ഡെവലപ്മെന്റ് ബാങ്ക്,
ഐവയുടെ ഒക്കെ ബോർഡ് ഓഫ് ഗവർണൻസിലെ അംഗമായിരുന്നു. 2008 ഇദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. ഇത്രയുമാണ് ഞാൻ പറഞ്ഞ പോയിന്റ്. ഇത് ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യണം? ആ, അതെ, 2019 അദ്ദേഹത്തിന് ഭാരതരത്ന ലഭിച്ചിട്ടുണ്ട്. 2019 അദ്ദേഹത്തിന് ഭാരതരത്ന ലഭിച്ചു. ഇവിടെ ഔറ അദ്ദേഹം മെസ്സേജ് അയക്കുകയും ചെയ്തു. 2019 അദ്ദേഹത്തിന് ഭാരതരത്ന ലഭിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അദ്ദേഹത്തിന്റെ ബുക്സ് പറയാൻ പോവാണ്. ദ ഡ്രാമാറ്റിക് ഡെക്കേഡ്, ഇതാണ് അദ്ദേഹത്തിന് ചോദിച്ചിട്ടുള്ള പുസ്തകം. ഇതിനകത്ത് കുറച്ച് ഈ ബുക്കിന്റെ വേറെ കുറച്ച് അഡീഷണൽ കൂടെ ഉണ്ട്. ദ ഡ്രാമാറ്റിക് ഡെക്കേഡ് എന്നുള്ളത് മനസ്സിൽ ഓർമ്മിച്ചേക്കുക. അതിന്റെ കൂടെ ഉള്ളത് ദ ഇന്ദിരാഗാന്ധി ഇയേഴ്സ്. ദ ഡ്രാമാറ്റിക് ഡെക്കേഡ് 2 ഡോട്ട് കൊടുത്ത് ദ ഇന്ദിരാഗാന്ധി ഇയേഴ്സ് എന്ന ഒറ്റ പുസ്തകമാണിത്. PSC ചോദിച്ചത് ദ ഡ്രാമാറ്റിക് ഡെക്കേഡ് എന്ന പുസ്തകം ആരുടേതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ ഡ്രാമാറ്റിക് ഡെക്കേഡ് എന്ന് എഴുതി 2 ഡോട്ട് കൊടുത്ത് ദ ഇന്ദിരാഗാന്ധി ഇയേഴ്സ്. ഓക്കെ, അങ്ങനെയാണ്. അടുത്ത ചലഞ്ചസ് ബിഫോർ ദ നേഷൻ. ചലഞ്ചസ് ബിഫോർ ദ നേഷൻ, രണ്ടാമത്തെ പുസ്തകം ചലഞ്ചസ് ബിഫോർ ദ നേഷൻ. രണ്ടാമത്തെ പുസ്തകം ചലഞ്ചസ് ബിഫോർ ദ നേഷൻ. ഓക്കെ അല്ലേ? അടുത്തത് മൂന്നാമത്തെ പുസ്തകം മിഡ് ടേം പോൾ. മിഡ് ടേം പോൾ, മിഡ് ടേം പോൾ, മിഡ് ടേം പോൾ. ഓക്കെ അല്ലേ? അടുത്ത അദ്ദേഹത്തിന്റെ ഒരു പോൾ ആണോ സർ? പോൾ ആണോ? പോളോ കോളോ? പോൾ. ഇലക്ഷന്റെ പോൾ ആണ് ഉദ്ദേശിക്കുന്നത്. മിഡ് ടേം പോൾ. ഓക്കെ ആണോ? ശരി. അടുത്തത് ഓഫ് ദ ട്രാക്ക് എന്നൊരു പുസ്തകം കൂടെ. ഓഫ് ദ ട്രാക്ക് എന്നൊരു പുസ്തകം കൂടെ. ഓഫ് ദ ട്രാക്ക് എന്നൊരു പുസ്തകം കൂടെ. സോറി, ചോദിച്ചോളൂ. ക്ലിയർ ആയോ സർ? ഒന്നുകൂടെ പറയൂ. ഓഫ് ദ ട്രാക്ക്, ഓഫ് ദ ട്രാക്ക്, ലാസ്റ്റ് പുസ്തകം ഓഫ് ദ ട്രാക്ക്. ഓഫ് ദ ട്രാക്ക്, TRACK, ട്രാക്ക്. ഓക്കെ സർ. ഓക്കെ, കട്ടായി പോയി, ഒന്നുകൂടെ പറയാമോ സർ? ആതിരയ്ക്ക് എന്താണ് വേണ്ടത്? ആതിര ഇവിടെ ഉണ്ടാ? ഉണ്ട് സർ, ബുക്ക് വന്നപ്പോ കട്ടായി പോയി. ഓക്കെ, ആതിരയ്ക്ക് എന്താ മിസ് ആയത്? സാറ് ബുക്ക് ഡ്രാമാറ്റിക് എന്ന് മാത്രമേ എഴുതിയുള്ളൂ, ബാക്കി കട്ടായി പോയി. അതെ, പുസ്തകം ഒന്നുകൂടെ പറയാൻ കേട്ടോ. ദ ഡ്രാമാറ്റിക് ഡെക്കേഡ് എന്ന് കൊടുത്ത് 2 ഡോട്ട് കൊടുത്ത് ഇന്ദിരാഗാന്ധി ഇയേഴ്സ്. ആദ്യത്തെ പുസ്തകം ദ ഡ്രാമാറ്റിക് ഡെക്കേഡ് എന്ന് കൊടുത്ത് 2 ബുക്ക് കൊടുത്ത് ഇന്ദിരാഗാന്ധി ഇയേഴ്സ്. ഓക്കെ അല്ലേ? ഓക്കെ സർ. അടുത്തത് ചലഞ്ച് ബിഫോർ ദ നേഷൻ. ചലഞ്ച് ബിഫോർ ദ നേഷൻ. ചലഞ്ച് ബിഫോർ ദ നേഷൻ. അടുത്ത പുസ്തകം മിഡ് ടേം പോൾ. മിഡ് ടേം പോൾ. അടുത്ത പുസ്തകം മിഡ് ടേം പോൾ. ഇലക്ഷന്റെ പോൾ, POLL. മിഡ് ടേം പോൾ, MID, മിഡ് ടേം പോൾ. അടുത്ത ലാസ്റ്റ് പുസ്തകം ഓഫ് ദ ട്രാക്ക്. ലാസ്റ്റ് പുസ്തകം ഓഫ് ദ ട്രാക്ക്. ഓക്കെ, അടുത്ത പ്രസിഡന്റിലോട്ട് പോവാണ്. രാംനാഥ് കോവിന്ദ്. 2017 ജൂലൈ 25 മുതൽ അദ്ദേഹം പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുകയാണ്. രാംനാഥ് കോവിന്ദ് ആണ് അടുത്ത പ്രസിഡന്റ്. 14ാമത്തെ പ്രസിഡന്റാണ് പറയുന്നത്. രാംനാഥ് കോവിന്ദ് 2017 ജൂലൈ മാസം 25 മുതൽ അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2ാമത്തെ ദളിത് പ്രസിഡന്റ് ആണ് അദ്ദേഹം. 2ാമത്തെ ദളിത് പ്രസിഡന്റ് ആണ്. ബീഹാർ ഗവർണർ ആയ ശേഷമാണ് ഇന്ത്യയുടെ രാഷ്ട്രപതിയായത്. ബീഹാർ ഗവർണർ ആയ ശേഷമാണ് ഇന്ത്യയുടെ രാഷ്ട്രപതിയായത്. ഇദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥി മീര കുമാർ ആയിരുന്നു. ഓക്കെ അല്ലേ? ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. 2ാമത് ദളിത് പ്രസിഡന്റ് ആയിരുന്നു. മുൻപ് ബീഹാർ ഗവർണർ ആയിരുന്നു. എതിർ സ്ഥാനാർത്ഥി മീര കുമാർ ആയിരുന്നു. ഇദ്ദേഹം ഏത് നാട്ടുകാരെന്ന് വെച്ചാൽ UP സ്വദേശിയാണ്. ഉത്തർപ്രദേശുകാരനാണ്. ഉത്തർപ്രദേശ് സ്വദേശിയാണ്. 2ാമത്തെ ദളിത് ഗവർണർ പ്രസിഡന്റ് ആണ്. ബീഹാർ ഗവർണർ ആയ ശേഷമാണ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആവുന്നത്. ഇദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥി മീര കുമാർ ആയിരുന്നു. ഓക്കെ, തീർന്നു. ഇനി ആക്ടിംഗ് പ്രസിഡന്റുമാരെ കാര്യം പറയാൻ പോകും. ഓക്കെ അല്ലേ? ആക്ടിംഗ് പ്രസിഡന്റ് ഒന്നുമില്ല, ആ 3 പേര് മാത്രം മതി. ഇന്ത്യയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്നല്ലോ 3 പേരെ ഒരു ബോക്സ് ആക്കി നമ്മൾ മാറ്റുന്നു. BV ഗിരി, M ഹിദായത്തുള്ള, BD ജെട്ടി. ഇവര് 3 പേരുമായിരുന്നു നമ്മുടെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ. BV ഗിരി, ഹിദായത്തുള്ള. സോറി, ആരോ എന്തോ പറഞ്ഞു. പറയാം. BV ഗിരി ആദ്യത്തെ ആള് ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്നു. 1ാമത്തെ ആള് BV ഗിരി. 2ാമത്തെ ആള് M ഹിദായത്തുള്ള. 3ാമത്തെ ആള് BD ജെട്ടി.
ബി ഡി ജട്ടി. ഓക്കെ അല്ലേ? അങ്ങനെ 3 പേര്. ഓക്കെ ആണോ? ഓക്കെ സാർ. എന്തോ? യെസ് പ്ലീസ്. ഓക്കെ സാർ. ഓക്കെ ശരി. അടുത്തതിലോട്ട് പോകുന്നു. നമ്മൾ വൈസ് പ്രസിഡന്റ്, ഉപരാഷ്ട്രപതിയിലോട്ട് പോവാണ്. വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഉപരാഷ്ട്രപതിയിലോട്ട് പോവാണ്. ഉപരാഷ്ട്രപതിയെ കുറിച്ച് പറയാൻ പോവാണ്. ഓക്കെ അല്ലേ? ഉപരാഷ്ട്രപതി ആവാനുള്ള പ്രായം, ഏറ്റവും കുറഞ്ഞ പ്രായം 35 വയസ്സാണ്. ഉപരാഷ്ട്രപതി ആവാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം 35 വയസ്സാണ്. ആർട്ടിക്കിൾ 63 മുതൽ 71 വരെയാണ്. ആർട്ടിക്കിൾ 63 മുതൽ 71 വരെയാണ് പ്രസിഡന്റിനെ, വൈസ് പ്രസിഡന്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ 63 മുതൽ 71 വരെയാണ് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് 3 ആർട്ടിക്കിളാണ് അറിഞ്ഞിരിക്കേണ്ട ആർട്ടിക്കിൾ. 63, 64, 66 നമ്മൾ അറിഞ്ഞിരിക്കണം ആർട്ടിക്കിൾ. ഓക്കെ അല്ലേ? അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാം. രാഷ്ട്രപതിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 63 മുതൽ 71 വരെ, പ്രായം 35 വയസ്സ്, കാലാവധി 5 വർഷമാണ്. പ്രസിഡന്റിന്റെ കാലാവധി 5 വർഷം. ആർട്ടിക്കിൾ ഒന്നുകൂടി പറയണേ സർ. ആർട്ടിക്കിൾ 63 മുതൽ 71 വരെ. ആർട്ടിക്കിൾ 63 മുതൽ 71 വരെ. ഓക്കെ അല്ലേ? കാലാവധി 5 വർഷമാണ്. എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്നൊക്കെ പറയും. രാജ്യസഭയുടെ അധ്യക്ഷനാണ് എക്സ് ഒഫീഷ്യോ ചെയർമാൻ. രാജ്യസഭയുടെ അധ്യക്ഷനാണ് എക്സ് ഒഫീഷ്യോ ചെയർമാനാണ്. എക്സ് ഒഫീഷ്യോ ചെയർമാൻ. ഓക്കെ. രാജ്യസഭയുടെ അധ്യക്ഷനാണ് എക്സ് ഒഫീഷ്യോ ചെയർമാനാണ്. ഓക്കെ. അടുത്തത് ആർട്ടിക്കിളിലോട്ട് ഞാൻ പോവുകയാണ്. ആർട്ടിക്കിൾ 63 വൈസ് പ്രസിഡന്റിനെ കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കുന്നു ഭരണഘടനയിൽ. ആർട്ടിക്കിൾ 63 വൈസ് പ്രസിഡന്റിനെ കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 64 അദ്ദേഹം എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ എന്ന് പറയുന്നു. എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ എന്ന് പറയുന്നു ആർട്ടിക്കിൾ 64. ആർട്ടിക്കിൾ 66 വൈസ് പ്രസിഡന്റ് ഇലക്ഷനെ കുറിച്ചാണ് പറയുന്നത്. വൈസ് പ്രസിഡന്റ് ഇലക്ഷനെ കുറിച്ചാണ് പറയുന്നത്. 63 വൈസ് പ്രസിഡന്റിനെ കുറിച്ച്. വൈസ് പ്രസിഡന്റ് 63 ആർട്ടിക്കിൾ 63 എന്തെന്ന് ചോദിച്ചാൽ വൈസ് പ്രസിഡന്റിനെ കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 64 എന്തെന്ന് ചോദിച്ചാൽ രാജ്യസഭയുടെ ചെയർമാൻ ആണെന്ന് പറയുന്നു. ആർട്ടിക്കിൾ 66 എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈസ് പ്രസിഡന്റ് അതിന്റെ ഇലക്ഷനെ കുറിച്ചാണ് പറയുന്നത്. ഇലക്ഷന്റെ രീതികളെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇദ്ദേഹം ഇലക്ഷൻ മത്സരിക്കുകയാണെന്നുണ്ട്. ഇലക്ഷൻ മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ ഉപരാഷ്ട്രപതി ആവുന്നതിന് മുമ്പ് വരെ അദ്ദേഹം ഒരു ഭരണഘടനാ വകുപ്പും കൈകാര്യം ചെയ്തു. ഉപരാഷ്ട്രപതി ആവുന്ന സമയത്ത് ഒരു ഒരു ലോക്സഭയിലോ രാജ്യസഭയിലോ അംഗമായിരിക്കരുത്. ഒരു ഭരണഘടനാ സ്ഥാപനത്തിലും അദ്ദേഹം ജോലി ചെയ്യരുത്. ഇവയൊക്കെയാണ് വൈസ് പ്രസിഡന്റിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ. ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ഒന്നുകൂടെ പറയുമോ? വൈസ് പ്രസിഡന്റ് ഇലക്ഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 66 അദ്ദേഹം പ്രസിഡന്റിന്റെ അതേ റൂള്. പ്രസിഡന്റ് എന്താ പറയാ, രാജ്യസഭയിലും ലോക്സഭയിലും അംഗമായിരിക്കാൻ പാടില്ല ഈ പ്രസിഡന്റ് ആയിട്ട് ചുമതല ഏൽക്കുന്ന സമയത്ത്. അതുപോലെ ഭരണഘടനാ പദവികളൊന്നും വഹിക്കാൻ പാടില്ല. ഓക്കെ അല്ലേ? എന്നാൽ രാജ്യസഭയിൽ അംഗമാവാനുള്ള പ്രായം ഉണ്ടായിരിക്കണം, യോഗ്യതകളൊക്കെ ഉണ്ടായിരിക്കണം. ഓക്കെ അല്ലേ? അതായത് വൈസ് പ്രസിഡന്റ് ഷാൾ നോട്ട് ബി എ മെമ്പർ ഓഫ് എയ്തർ ഹൗസ് ഓഫ് പാർലമെന്റ് ഓർ ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. ഓക്കെ അല്ലേ? എന്നാണ് മെൻഷൻ ചെയ്യുന്നത്. ഇങ്ങനെയാണ് അവർ പറയുന്നത്. വൈസ് പ്രസിഡന്റ് ഷാൾ നോട്ട് ബി എ മെമ്പർ ഓഫ് എയ്തർ ഹൗസ് ഓഫ് പാർലമെന്റ് ഓർ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്നാണ് മെൻഷൻ ചെയ്യുന്നത്. നമ്മൾ ഇത്രേ പറയുന്നത് നിയമസഭയിലും രാജ്യസഭയിലും ലോക്സഭയിലും ഒന്നും അംഗമാവാൻ പാടില്ല. എന്നാൽ അവിടെ അംഗമാവാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ടായിരിക്കണം. ഓക്കെ അല്ലെ? മിനിമം പ്രായം 35 വയസ്സ് ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ്. ഇനി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുക്കുന്ന എങ്ങനെയെന്ന് ചോദിച്ചാൽ രാജ്യസഭയിലെയും ലോക്സഭയിലെയും എല്ലാ അംഗങ്ങളും വോട്ട് ചെയ്യും. നിയമസഭയിലെ അംഗങ്ങൾക്ക് വോട്ടില്ല. പാർലമെന്റിലെ അംഗങ്ങൾക്കും മാത്രം, പാർലമെന്റിലെ എല്ലാ അംഗങ്ങൾക്കും. ഓക്കെ അല്ലെ? രാജ്യസഭയിലെയും ലോക്സഭയിലെ എല്ലാ അംഗങ്ങൾക്കും വോട്ടുണ്ട്. നോമിനേറ്റ് ചെയ്യുന്ന അംഗങ്ങൾക്കും വോട്ടുണ്ട്. എന്നാൽ നിയമസഭയിലെ അംഗങ്ങൾക്ക് ഇല്ല വോട്ട്. പിടികിട്ടിയ? അവസാനം പറഞ്ഞ പോയിന്റ് ഒന്നുകൂടെ പറയുമോ? അതായത് വോട്ട് ചെയ്യാൻ അവകാശമുള്ളത് രാജ്യസഭയിലെയും ലോക്സഭയിലെയും അംഗങ്ങൾക്കാണ്. ഓക്കെ. നോമിനേറ്റ് ചെയ്യപ്പെട്ട രാജ്യസഭയിലെയും ലോക്സഭയിലെ അംഗങ്ങൾക്കും വോട്ട് ചെയ്യാം. എന്നാൽ നിയമസഭയിലെ അംഗങ്ങൾക്ക് ആർക്കും വോട്ടില്ല.
ഓക്കെ അല്ലേ? ശരി, അടുത്തത് പ്രസിഡന്റ് ആണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. പ്രസിഡന്റിന്റെ മുന്നിലാണ് രാജിക്കത്ത് സമർപ്പിക്കേണ്ടത്. ഉപരാഷ്ട്രപതി രാജിക്കത്ത് നൽകേണ്ടത് പ്രസിഡന്റിനാണ്. ഉപരാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് രാഷ്ട്രപതിയാണ്, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഓക്കെ ആണോ? ഓക്കെ ആണേ? ഓക്കെ ആണോ? മുഹമ്മദ് റജീസിന് എവിടെയും കാണാനില്ല, പുള്ളി ഇവിടെ ഇല്ലേ? മുഹമ്മദ് റജീസ് പോയാ? ഉണ്ട്. ശരി, ഇനി അടുത്ത ചെറിയ 1-2 കാര്യങ്ങളും കൂടെ. ഓക്കെ അല്ലേ? ഫസ്റ്റ് ഉപരാഷ്ട്രപതി ആരെന്ന് ചോദിച്ചാൽ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഓക്കെ അല്ലേ? മലയാളിയായിട്ടുള്ള ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരെന്ന് ചോദിച്ചാൽ KR നാരായണൻ. ഏറ്റവും കൂടുതൽ കാലം വൈസ് പ്രസിഡന്റ് ആയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഹമീദ് അൻസാരിയാണ്. 3652 ദിവസങ്ങൾ അദ്ദേഹം മെമ്പർ ആയിട്ടുണ്ട്. ഉപരാഷ്ട്രപതിയായി ജോലി നോക്കിയിട്ട് 3652 ദിവസം. 2007 ഓഗസ്റ്റ് മാസം 11 മുതൽ 2017 ഓഗസ്റ്റ് മാസം 10 വരെയാണ്. ഞാനത് ഒന്നുകൂടെ പറയാം. ഹമീദ് അൻസാരിയാണ് ഏറ്റവും കൂടുതൽ കാലം ഉപരാഷ്ട്രപതി ആയത്. 3652 ദിവസം അദ്ദേഹം ആ പദവി വഹിച്ചു. 2007 ഓഗസ്റ്റ് മാസം 11 മുതൽ 2017 ഓഗസ്റ്റ് മാസം 10 വരെയാണ് അദ്ദേഹം ആ ജോലി നോക്കിയത്. 2ാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കാലം. യെസ് പ്ലീസ് മുഹമ്മദ്. കേട്ടില്ല മുഹമ്മദ്, കേൾക്കുന്നില്ലേ? ഓക്കെ. ഏറ്റവും കൂടുതൽ കാലം ഉപരാഷ്ട്രപതിയായിരുന്ന 2ാമത്തെ വ്യക്തി ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അവർ തമ്മിൽ ആകെ ഒരു ദിവസത്തിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ? എന്തോ? അവർ രണ്ടുപേരും തമ്മിൽ ആകെ ഒരു ദിവസത്തിന്റെ വ്യത്യാസം. ഒറ്റ ദിവസം. അതായത് 3651 ദിവസമാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. 3652 ദിവസമാണ് ഹമീദ് അൻസാരി. പിടി കിട്ടിയ? ഓക്കെ, ശരി. ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് വെങ്കയ്യ നായിഡു ആണ്. ആന്ധ്രാപ്രദേശ് സ്വദേശിയായ വെങ്കയ്യ നായിഡു ആണ് ഇപ്പോഴത്തെ നമ്മുടെ ഉപരാഷ്ട്രപതി. 15ാമത്തെ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ്, 13ാമത്തെ വ്യക്തിയുമായ ഡോക്ടർ വെങ്കയ്യ നായിഡു ആണ്. വെങ്കയ്യ നായിഡു ആണ് ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി. ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ്. ഓക്കെ അല്ലേ? അപ്പം ഉപരാഷ്ട്രപതി കഴിഞ്ഞു. ഉപരാഷ്ട്രപതി ഇപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് ഒക്കെ എല്ലാവർക്കും കിട്ടിയോ? ഒന്നും കൂടെ പറയോ? ഒന്നുകൂടെ പറയാലോ. ആർട്ടിക്കിള് ഏത് മുതൽ ഏത് വരെയാ പറഞ്ഞേ? ആർട്ടിക്കിൾ ഏത് മുതൽ ഏത് വരെയാ? 63-71. അപ്പൊ ആർട്ടിക്കിൾ 63 മുതൽ 71 വരെ. അപ്പൊ പ്രായം എത്രയാ? 35 വയസ്സ്. ഉപരാഷ്ട്രപതിയാവാൻ വേണ്ട മിനിമം പ്രായം 35 വയസ്സാണ്. ആർട്ടിക്കിൾ 63 മുതൽ 71 വരെയാണ്. ഓക്കെ. കാലാവധി 5 വർഷമാണ്. സത്യവാചകം കൊടുക്കുന്നത് പ്രസിഡന്റാണ്. രാജിക്കത്ത് കൊടുക്കേണ്ടതും പ്രസിഡന്റിനാണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എക്സ് ഒഫീഷ്യൽ ചെയർമാൻ ഓഫ് രാജ്യസഭയുടെ അധ്യക്ഷനാണ്. രാജ്യസഭാ അധ്യക്ഷനാണ്. അടുത്തത് ആർട്ടിക്കിൾ 63 പറയുന്നത് വൈസ് പ്രസിഡന്റ്, ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി വേണമെന്നാണ് ആർട്ടിക്കിൾ 63 പറയുന്നത്. ആർട്ടിക്കിൾ 64 രാജ്യസഭയുടെ ചെയർമാൻ ആണെന്ന് പറയുന്നു. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞ അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 66. ഓക്കെ അല്ലേ? കാലാവധി 5 വർഷമാണ്. പിന്നെ ഫസ്റ്റ് ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഫസ്റ്റ് മലയാളി KR നാരായണനാണ്. ഏറ്റവും കൂടുതൽ കാലം ഹമീദ് അൻസാരിയാണ്. 3652 ദിവസമായിരുന്നു. 2007 ഓഗസ്റ്റ് 11 മുതൽ 2017 ഓഗസ്റ്റ് 10 വരെ. ഏറ്റവും കൂടുതൽ 2ാമതുള്ളത് നമ്മുടെ എസ് രാധാകൃഷ്ണൻ, 3651 ദിവസമാണ്. ഓക്കെ അല്ലെ? ആദ്യത്തെ ആളായിരുന്നു വെച്ച് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആദ്യത്തെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി. ഓക്കെ അല്ലേ? ഇപ്പോഴത്തെ വെങ്കയ്യ നായിഡു 15ാമത്തെ ആള്, 13ാമത്തെ വ്യക്തി. 15ാമത്തെ വൈസ് പ്രസിഡന്റ്, 13ാമത്തെ വ്യക്തി.
സർ പ്രസിഡന്റിന്റെ കേസിൽ എങ്ങനെയാണ് വരുന്നത്? എത്രാമത്തെ പ്രസിഡന്റ് ആയിരുന്നു? രാംനാഥ് കോവിന്ദ്. മുഹമ്മദ് റജീസെ എന്താണ് കേട്ടില്ല? രാംനാഥ് കോവിന്ദ് എത്രാമത്തെ പ്രസിഡന്റ്, എത്രാമത്തെ വ്യക്തിയായിരുന്നു? രാംനാഥ് കോവിന്ദ്. ഓക്കെ, രാംനാഥ് കോവിന്ദ് നമ്മുടെ 15ാമത്തെ. ഒരു സെക്കൻഡ്. 14 അല്ല സർ? വ്യക്തികളിൽ ഒരു വ്യത്യാസമുണ്ട്, അതെന്തോ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു, ഞാൻ അത് നോട്ട് ചെയ്ത് വെച്ചിരുന്നത്. ഓക്കെ, ഒരു സെക്കൻഡ്, ഞാനിപ്പോ പറയാം. 15ാമത്തെ വ്യക്തിയും 14ാമത്തെ വ്യക്തിയും 15ാമത്തെ 14ാമത്തെ വ്യക്തി 15ാമത്തെ രാഷ്ട്രപതി. ഓക്കെ അല്ലേ? അതായത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് 2 തവണ ഇതായിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ സാർ. ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. നമ്മുടെ അദ്ദേഹത്തിന്റെ വൈസ് പ്രസിഡന്റിന്റെ കാര്യം കഴിഞ്ഞു. ഓക്കെ അല്ലേ? യെസ്, സിയാനാർട്ട് പറ. ഇരിക്കുന്നില്ല കേട്ടോ, ഒന്നുകൂടെ ഉറക്കെ പറയാമോ? സാർ പ്ലീസ് ആഡ് മീ ഷിച്ചിന. ഓക്കെ, അതാണോ ഉദ്ദേശിച്ചത്? സിയാനാർട്ട്. ഓക്കെ, എനിക്ക് വ്യക്തമാവുന്നില്ല. ആള് മെസ്സേജ് ഇട്ട മെസ്സേജ് ഞാൻ നോക്കിക്കോളാം. ഓക്കെ അല്ലേ? ശരി. അപ്പൊ ഏകദേശം പ്രസിഡന്റ് കഴിഞ്ഞു, ഉപരാഷ്ട്രപതി കഴിഞ്ഞു. അടുത്ത നമ്മൾ നേരെ പോകുന്നത് കേന്ദ്ര മന്ത്രിസഭയെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ അല്ലേ? വെങ്കയ്യ നായിഡുവിന്റെ ബുക്സ്. ഓക്കെ, വെങ്കയ്യ നായിഡുവിന് ഒരു ബുക്സേ ഉള്ളൂ, ഒരു ബുക്സ് എങ്ങാണ്ട് ഉണ്ടായിരുന്നു. അതെനിക്ക് ഒരു സെക്കൻഡ്. ഇല്ല, അദ്ദേഹത്തിന്റെ ബുക്സ് ഉണ്ടായിരുന്നു, എനിക്കത് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. ഞാൻ ബുക്കിലും ഇല്ല. നമുക്ക് നോക്കിയിട്ട് ഞാൻ അത് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം, വെങ്കയ്യ നായിഡുവിന്റെ ബുക്സ്. ഓക്കെ, അടുത്തത് കേന്ദ്ര മന്ത്രിസഭ. യെസ് പ്ലീസ്. ആർട്ടിക്കിൾ 71 പറഞ്ഞോളൂ. ആർട്ടിക്കിൾ 71 അതിന് ഇമ്പോർട്ടൻസ് ഇല്ലേ? അത് നമുക്ക് വേണ്ട, നമുക്ക് 63 ഇത്രയും മതി. 71 നമുക്ക് വേണ്ട കേട്ടോ. അതിന് ഇമ്പോർട്ടന്റ് ഉണ്ട്, അത് നമുക്ക് പിന്നീടൊക്കെ പറയാം. ഇപ്പൊ ഇതിലോട്ട് വാ. ഓക്കെ അല്ലേ നീത? നമുക്ക് അതൊക്കെ പറയാം, നമുക്ക് അല്ലെങ്കിൽ നമ്മളെ ലേറ്റ് ആയി പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ അല്ലേ? അടുത്തത് കേന്ദ്ര മന്ത്രിസഭയെ കുറിച്ചാണ് പറയുന്നത്. കേന്ദ്ര മന്ത്രിസഭ. അപ്പൊ കേന്ദ്ര മന്ത്രിസഭയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 74 മുതൽ 75 വരെയാണ് കേന്ദ്ര മന്ത്രിസഭയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ. ഓക്കെ അല്ലേ? കേന്ദ്ര മന്ത്രിസഭയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 74 മുതൽ 75 വരെയാണ്. ആർട്ടിക്കിൾ 74 അനുസരിച്ച് രാഷ്ട്രപതിയുടെ സഹായത്തിന് ഉപദേശത്തിനും ഒരു ക്യാബിനറ്റ് വേണം എന്ന്, അല്ലെങ്കിൽ ഒരു മന്ത്രിസഭ വേണം എന്ന് പറയുന്നു. ആർട്ടിക്കിൾ 74 രാഷ്ട്രപതിയുടെ സഹായത്തിനും ഉപദേശത്തിനും ഒരു ക്യാബിനറ്റ്, ഒരു മന്ത്രിസഭ വേണമെന്ന് പറയുന്നു. ഓക്കെ അല്ലേ? 75 ആർട്ടിക്കിൾ 75 മന്ത്രിമാരാകാനുള്ള നിബന്ധനകളെ കുറിച്ച് പറയുന്നു. പ്രസിഡന്റ് ആണ് പിഎമ്മിനെ നിയമിക്കുന്നത്, പ്രൈം മിനിസ്റ്റർ നിയമിക്കുന്നത്. ആർട്ടിക്കിൾ 74 രാഷ്ട്രപതിയുടെ സഹായത്തിനും ഉപദേശത്തിനും ഒരു ക്യാബിനറ്റ് വേണം എന്ന് മെൻഷൻ ചെയ്യുന്നു. ആർട്ടിക്കിൾ 75 മന്ത്രിമാരാകാനുള്ള നിബന്ധനകളെ കുറിച്ച് പറയുന്നു. പ്രസിഡന്റ് പിഎമ്മിനെ നിയമിക്കുന്ന, പ്രസിഡന്റ് ആണ് പ്രൈം മിനിസ്റ്റർ നിയമിക്കുന്നത് എന്ന് പറയുന്നു. ഓക്കെ ആണല്ലോ? ശരി, ഇനി ഞാൻ പ്രൈം മിനിസ്റ്റേഴ്സിനെ കുറിച്ച് പറയൂ. ആർട്ടിക്കിൾ 74, 75 ആണ് കേന്ദ്ര മന്ത്രിസഭയെ കുറിച്ച് പറയുന്നത്. ഓക്കെ അല്ലേ? ഇതില് ആർട്ടിക്കിൾ 74 രാഷ്ട്രപതിയുടെ സഹായത്തിനും ഉപദേശത്തിനും ഒരു ക്യാബിനറ്റ്, ഒരു മന്ത്രിസഭ വേണം എന്ന് പറയുന്നു. ആർട്ടിക്കിൾ 74. ആർട്ടിക്കിൾ 75 മന്ത്രിമാരാകാനുള്ള നിബന്ധനകൾ പ്രസിഡന്റ് പിഎമ്മിനെ നിയമിക്കുന്നത്. ഓക്കെ അല്ലേ? പ്രസിഡന്റ് ആണ് പിഎമ്മിനെ നിയമിക്കുന്നത്. മന്ത്രിമാരാകാനുള്ള നിബന്ധനകളെ കുറിച്ച് പറയുന്നു. ഓക്കെ അല്ലെ? ഈ 2 കാര്യങ്ങളാണ് പറയുന്നത്. അടുത്തത് പ്രൈം മിനിസ്റ്ററെ കുറിച്ചിട്ടുള്ള കുറച്ച് GK, നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് GK ആണ് ഞാൻ പറയാൻ പോണ. ഇത് 2 നിങ്ങൾക്ക് ഓക്കെ ആണല്ലോ? എല്ലാരും ഇവിടെ ഉണ്ടോ? എല്ലാരും ഇവിടെ ഉണ്ടാടെ? ശരി ശരി, എല്ലാരും ഉണ്ടാവണേ ഇവിടെ. ഇടയ്ക്കിടയ്ക്ക് മുന്നിക്കളയരുത്, ഇവിടെ ഉണ്ടാവണം. ശരി. പോരായിട്ടും നല്ല മഴക്കാറൊക്കെ ഉണ്ട്. ആ പറ്റില് അങ്ങ് പൊക്കളയരുത്, മഴയുടെ ഒരു ലക്ഷണമൊക്കെ ഉണ്ട്.
ശരി. പ്രൈം മിനിസ്റ്റർ 7 ലോക് കല്യാൺ മാർഗ് ന്യൂഡൽഹി, അതാണ് അദ്ദേഹത്തിന്റെ വസതി. 7 ലോക് കല്യാൺ മാർഗ് ന്യൂഡൽഹി എന്നാണ് അദ്ദേഹത്തിന്റെ വസതി. ഓക്കെ അല്ലേ? ക്യാബിനറ്റ് ആർച്ചിലെ ആണിക്കല്ല്, മന്ത്രിസഭയിലെ ആണിക്കല്ല്, അതായത് ക്യാബിനറ്റ് ആർച്ചിലെ ആണിക്കല്ല് എന്നാണ് പ്രധാനമന്ത്രിയെ കുറിച്ച് പറയുന്നത്. അദ്ദേഹത്തിന്റെ വസതി 7 ലോക് കല്യാൺ മാർഗ് ന്യൂഡൽഹി. അത് ക്യാബിനറ്റ് ആർച്ചിലെ ആണിക്കല്ല് എന്നാണ് പ്രധാനമന്ത്രിയെ കുറിച്ച് പറയുന്നത്. കേന്ദ്ര മന്ത്രിസഭയുടെ തലവനാണ് പ്രധാനമന്ത്രി. കേന്ദ്രത്തിലെ കാവൽ മന്ത്രിസഭയുടെ തലവനും പ്രധാനമന്ത്രി തന്നെയാണ്. തുല്യരിൽ ഒന്നാമൻ അറിയപ്പെടുന്നതും പ്രധാനമന്ത്രി തന്നെയാണ്. പറയാം. ക്യാബിനറ്റ് ആർച്ചിലെ ആണിക്കല്ല്, കേന്ദ്ര മന്ത്രിസഭയുടെ തലവൻ, കേന്ദ്രത്തിലെ കാവൽ മന്ത്രിസഭയുടെ തലവൻ, തുല്യരിൽ ഒന്നാമൻ എന്നറിയപ്പെടുന്നു. ലാസ്റ്റ് പറഞ്ഞത് എന്താ സാർ മനസ്സിലായില്ല? തുല്യരിൽ ഒന്നാമൻ, അതായത് ഇത്രേ ഉള്ളൂ. അതായത് എല്ലാ ജയിച്ചു വരുന്ന എല്ലാ മന്ത്രിമാരും ഒരേ കണക്കാണ് വരുന്നത്. എന്നാൽ അവരിൽ ഒന്നാമൻ, തുല്യരിൽ ഒന്നാമൻ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സ്പെഷ്യലി ഉള്ള പ്രധാനമന്ത്രിയുടെ കാവൽ മന്ത്രിസഭയോ അങ്ങനെ എന്തോ ഒരു പോയിന്റ് പറഞ്ഞല്ലോ. ക്യാബിനറ്റ് ആർച്ചിലെ ആണിക്കല്ലെന്നാണ് പറഞ്ഞത്. പിന്നെ കാവൽ മന്ത്രിസഭയുടെ തലവൻ എന്ന് പറഞ്ഞു. ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ഒന്നുകൂടെ പറയുമോ? തുല്യരിൽ ഒന്നാമൻ എന്നറിയപ്പെടുന്നു. തുല്യരിൽ ഒന്നാമൻ. അതായത് പ്രധാനമന്ത്രിക്ക് കുറെ വകുപ്പുകളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന് മറ്റു മന്ത്രിമാർക്ക് ഉപദേശം കൊടുക്കാം, ഇന്നതുപോലെ പ്രവർത്തിക്കാം എന്നൊക്കെ പറഞ്ഞ് ഉപദേശം കൊടുക്കാം. പക്ഷെ അവരെ വകുപ്പിനെ നിയന്ത്രിക്കുന്ന രീതിയിൽ ഓർഡർ ഇടാനോ അവരെ വകുപ്പിൽ കയറി കാര്യങ്ങൾ നടപ്പിലാക്കാനോ പൂർണ്ണമായിട്ടുള്ള അവകാശമില്ല. തുല്യരിൽ ഒന്നാമൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് മുഖ്യമന്ത്രി ആയാലും അങ്ങനെ തന്നെയാണ്. മന്ത്രിസഭയിലെ തുല്യരിൽ ഒന്നാമൻ. സ്ലോ ആയി പറയാം. ആതിരയ്ക്ക് കിട്ടുന്നുണ്ടോ? ആതിര കിട്ടി സർ, കിട്ടി. താങ്ക് യു. അടുത്തത് ബാക്കി പറയണം. ദേശീയ വികസന കൗൺസിൽ, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ ചെയർമാനാണ്. NDC-യുടെ ചെയർമാൻ, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ ചെയർമാൻ. ദേശീയ സുരക്ഷാ സമിതിയുടെ അധ്യക്ഷൻ, NDC-യുടെ ചെയർമാൻ, ദേശീയ സുരക്ഷാ സമിതിയുടെ അധ്യക്ഷൻ. നീതി ആയോഗിന്റെ ചെയർമാൻ, ഓക്കെ അല്ലേ? പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം. ദേശീയ സുരക്ഷാ സേനയുടെയാണോ? ദേശീയ സുരക്ഷാ സേനയുടെ അധ്യക്ഷനാണ്. അല്ല, സുരക്ഷാ സമിതി. സുരക്ഷാ സമിതി. നീതി ആയോഗ് അതെന്നോട് പറയോ? നീതി ആയോഗിന്റെ പ്രസിഡന്റാണ്, ചെയർമാനാണ്. നീതി ആയോഗിന്റെ ചെയർമാനാണ്. ഓക്കെ അല്ലേ? പ്രധാനമന്ത്രിയുടെ കാലാവധി എല്ലാവർക്കും അറിയാം, 5 വർഷമാണ് പ്രധാനമന്ത്രിയുടെ കാലാവധി. പ്രൈം മിനിസ്റ്ററുടെ നിർദ്ദേശപ്രകാരമാണ് മറ്റ് മന്ത്രിമാരെ പ്രസിഡന്റ് നിയമിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മറ്റ് മന്ത്രിമാരെ പ്രസിഡന്റാണ് നിയമിക്കുന്നത്. ഓക്കെ അല്ലേ? 91ാമത്തെ അമെൻമെന്റ് പ്രകാരം, 2003-ലെ 91ാമത്തെ അമെൻമെന്റ് പ്രകാരം കേന്ദ്ര മന്ത്രിസഭയുടെ ആകെ അംഗങ്ങൾ ലോക്സഭയിലെ മൊത്തം അംഗസംഖ്യയുടെ 15% കൂടാൻ പാടില്ല. കേന്ദ്രമന്ത്രിസഭയുടെ ആകെ അംഗങ്ങൾ ലോക്സഭയിലെ മൊത്തം അംഗസംഖ്യയുടെ 15% കൂടാൻ പാടില്ല. അമെൻമെന്റ് 91ാമത്തെ അമെൻമെന്റ് വർഷം 2003. കേന്ദ്രമന്ത്രിസഭയുടെ ആദ്യ അംഗങ്ങൾ, കേന്ദ്രമന്ത്രിസഭയുടെ ആകെ അംഗങ്ങൾ ലോക്സഭയിലെ അംഗങ്ങളുടെ 15% കൂടാൻ പാടില്ല. അതായത് രാജ്യസഭയിലും ലോക്സഭയിലുമുള്ള മൊത്തം അംഗമുണ്ട് 545 അംഗണ്ടാണ്. അപ്പൊ അതിന്റെ 15%, 10% ആയപ്പോ 54, അങ്ങനെ എന്തോ വരും.
അപ്പൊ ആ മൊത്തം എണ്ണം പറയൂ. അതായത് ലോക്സഭയിലെയും രാജ്യസഭയിലെയും മൊത്തം അംഗങ്ങളുടെ 15% മാത്രമേ 15% അംഗസംഖ്യ മാത്രമേ കേന്ദ്ര മന്ത്രിസഭയിൽ ഉണ്ടാകാൻ പാടുള്ളൂ, പ്രധാനമന്ത്രി അടക്കം. പിടികിട്ടിയ സർ? ലോകസഭയിലും രാജ്യസഭയിലാണോ ലോക്സഭയിലും മാത്രമാണോ സർ? രണ്ട് സഭയിലും. ഒരു തവണ പറയൂ, കിട്ടിയില്ല. ലോക്സഭ നമ്മൾ കൂടുതലായിട്ട് മെൻഷൻ ചെയ്യുന്ന ലോക്സഭയാണ് മെൻഷൻ ചെയ്യുന്നത്. ലോക്സഭയാണ് കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ലോക്സഭയെന്ന് മാത്രമേ നമ്മൾ പറയുള്ളൂ. ലോക്സഭയിലെ നമുക്ക് ഇപ്പൊ ഇങ്ങനെ ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ കേട്ടാൽ മതി. ലോക്സഭയിലെ അംഗങ്ങളുടെ, രാജ്യസഭാ അംഗം മറന്നു കളയുക, ലോക്സഭയിലെ അംഗങ്ങളുടെ മൊത്തം അംഗസംഖ്യയുടെ 15%. അതായത് ലോക്സഭയിൽ ഇപ്പൊ 390 എത്ര അംഗങ്ങളുണ്ട്, ഓക്കെ അല്ലേ? അതില് ലോക്സഭയിലെ മൊത്തം അംഗങ്ങളുടെ 15%. പിടികിട്ടിയ അമെന്റ്മെന്റിന്റെ അത് നിങ്ങൾക്ക് പറയുക. അമെന്റ്മെന്റ് അത് 2003 91ാമത്തെ അമെന്റ്മെന്റ് 91 അമെന്റ്മെന്റ് 91ാമത്തെ അമെന്റ്മെന്റ്. യെസ് പ്ലീസ് ആതിര. സർ 15% കൂടരുതെന്നല്ലേ? 15% കൂടാൻ പാടില്ല, അങ്ങനെ തന്നെ കൂടാൻ പാടില്ലെന്നാണ്. 15% ആവാൻ പാടില്ല. അതില് പ്രധാനമന്ത്രി വരുമോ? അതിൽ ആ സംഭവത്തിൽ പ്രധാനമന്ത്രി വരുമോ? ഇൻക്ലൂഡഡ് ആണോ? പ്രധാനമന്ത്രി വരും. ഓക്കെ സർ. പ്രധാനമന്ത്രി വരും. അതായത് ലോക്സഭയിലെ അംഗങ്ങളുടെ 15% കൂടാൻ പാടില്ല, 15% ആവാൻ പാടില്ല. ഓക്കെ അല്ലേ? ഫെലിക്സ് ജോസഫ് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടിരിക്കുന്നു. വെരി ഗുഡ്. ഓക്കെ അല്ലേ? അമെന്റ്മെന്റ് വർഷം ഒന്ന് പറയാമോ? അമെന്റ്മെന്റ് 91ാമത്തെ അമെന്റ്മെന്റ് 91 അമെന്റ്മെന്റ് 2003 ഓക്കെ ആണോ? ഓക്കെ ആണോ? ശരി. ഓക്കെ സർ. ഓക്കെ ശരി. കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമായ ആദ്യത്തെ മലയാളി ജോൺ മത്തായി. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമായ ആദ്യത്തെ മലയാളിയാണ് ജോൺ മത്തായി. ഓക്കെ അല്ലേ? ജോൺ മത്തായി. ഇത്രയുമാണ് പ്രൈം മിനിസ്റ്ററുടെ GK ആയിട്ട് വരുന്നത്. പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന പദവിയുടെ GK. ഇനി ഓരോ പ്രൈം മിനിസ്റ്റർമാരിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം സ്പീഡിന് ഞാൻ പറഞ്ഞു പോവുകയാണ്. ഇത് നിങ്ങൾക്ക് ഓക്കെ ആണോ? ഇതുവരെ എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ ആർക്കെങ്കിലും? ഇല്ല. ഓക്കെ ശരി. ഷിമിത എന്തെങ്കിലും പറഞ്ഞായിരുന്നാ? ആരാണ്? ചിന്നു സാറ ജേക്കബ് പറ. സാറാ വസതിയുടെ പേര്, PMന്റെ വസതിയുടെ പേര്? 7th ലോക് കല്യാൺ മാർഗ് ന്യൂഡൽഹി. ലോക് കല്യാൺ മാർഗ് ന്യൂഡൽഹി. 7th ലോക് കല്യാൺ മാർഗ് ന്യൂഡൽഹി. ശരി. ആദ്യത്തെ പ്രസിഡന്റിനെ പറയുകയാണ്. വളരെ 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 ഷോർട്ടാക്കിയാണ് പറയുന്നത്. നെഹ്റു, ജവഹർലാൽ നെഹ്റു. 1947 മുതൽ 64 വരെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന വ്യക്തി. 1947 മുതൽ 64 വരെ. ചാണക്യൻ എന്ന പേരിൽ തൂലികാ നാമത്തിൽ കൃതികൾ രചിച്ചിരുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി. നാഷണൽ ഹെറാൾഡ് പത്രം ഇദ്ദേഹത്തിൻ്റെതാണ്. ഇദ്ദേഹം സ്ഥാപിച്ചു. നാഷണൽ ഹെറാൾഡ് പത്രം സ്ഥാപിച്ചു. ആധുനിക ഇന്ത്യയുടെ ശില്പി, ഇന്ത്യൻ വിദേശ നയത്തിന്റെ ശില്പി, ബഡ്ജറ്റ് അവതരിപ്പിച്ച ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ. 1959 ആയിരുന്നു അത്. പറയാം. ഇന്ത്യയുടെ ഫസ്റ്റ് വിദേശകാര്യ മന്ത്രി. ഇത്രയും പോയിന്റ് ഞാൻ ഒന്നുകൂടെ പറയാം. 1947 മുതൽ 64 വരെ അദ്ദേഹം പ്രൈം മിനിസ്റ്ററായി ജോലി നോക്കി. കൃതികൾ രചിച്ചിരുന്നത് ചാണക്യൻ എന്ന തൂലികാ നാമത്തിലാണ്. നാഷണൽ ഹെറാൾഡ് പത്രം ഇദ്ദേഹമാണ് സ്ഥാപിച്ചത്. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നു. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി, ഇന്ത്യൻ വിദേശ നയത്തിന്റെ ശില്പി, ബഡ്ജറ്റ് അവതരിപ്പിച്ച ഫസ്റ്റ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ. 1959 അത്. ഇന്ത്യയുടെ ആദ്യത്തെ വിദേശകാര്യ മന്ത്രി. പറയാലോ? ഒരു തവണ പറയാലോ?
ചാണക്യൻ എന്ന തൂലിക നാമത്തിലെ കൃതികൾ രചിച്ചു. 47 മുതൽ 64 വരെയായിരുന്നു അദ്ദേഹത്തിന്റെ കാലഘട്ടം. നാഷണൽ ഹെറാൾഡ് പത്രം അദ്ദേഹം സ്ഥാപിച്ചു. ആധുനിക ഇന്ത്യയുടെ ശില്പി, ഇന്ത്യൻ വിദേശ നയത്തിന്റെ ശില്പി, ബജറ്റ് അവതരിപ്പിച്ച ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ, ഇന്ത്യയുടെ ഫസ്റ്റ് വിദേശകാര്യമന്ത്രി. വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ വളരെ ചുരുക്കമാണ്. എത്രത്തോളം ചുരുക്കാൻ പറ്റും അത്രത്തോളം ചുരുക്കണം. തീർന്നൊന്നുമില്ല. ചുരുക്കിയിട്ട് വന്നിട്ട് ഇനിയുണ്ട് ഒരു 6-7 പോയിന്റ് കൂടെ. പറഞ്ഞോട്ടാ ഞാൻ ബാക്കി. സാർ, ആ ബജറ്റ് അവതരിപ്പിച്ച വർഷം എന്ന് പറയാമോ? 1959. ബജറ്റ് അവതരിപ്പിച്ച പ്രധാനമന്ത്രിയാണോ? ബജറ്റ് അവതരിപ്പിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി. ഓക്കെ അല്ലേ? വർഷം 1959. ഓക്കെ അല്ലേ? മുഹമ്മദ് റജീസ്, സൗമ്യ ഒക്കെ ഇവിടെ ഉണ്ട്. റാഷിദ, അഖില ദേവി, അഖില എസ് പിള്ളൈ, ആൻഡ്രൂസ് അലക്സാണ്ടർ, അനു ഡി പി, അലിഷ സി, ആർഷ എൽ, റാഷിദ ആർ. ഉണ്ട് സാർ, ഇവിടെ ഉണ്ട്. ഉണ്ട് സാർ. ഖാദറിൻ മറിയ, ചിന്നു സാറ ജേക്കബ്, ദീപ്തി കെ, ദേവകുമാർ വി, ഫെബിൻ എക്സ് തോമസ്, ജി എസ് മീഡിയ, ഗ്രീഷ്മ പി രാജ്. ഓക്കെ അല്ലേ? ഇവരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ശരി, ഓരോ മെസ്സേജ് ഒക്കെ ഇങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞൊക്കെ മെസ്സേജ് അയക്കുക. ഓക്കെ അല്ലേ? ശരി, നെഹ്റുവിന്റെ ബാക്കി കാര്യങ്ങൾ പറയുവാണേ. 1963 അവിശ്വാസ പ്രമേയം നേരിട്ട ഫസ്റ്റ് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ JB കൃപലാനിയാണ് അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത്. അവിശ്വാസ പ്രമേയം നേരിട്ട ഇന്ത്യയുടെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ വർഷം 1963. 1900 JB കൃപലാനിയാണോ? JB കൃപലാനി അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത്. ആചാര്യ JB കൃപലാനിയാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. ആള് കോൺഗ്രസ്സുകാരൻ തന്നെയല്ലേ? ആള് കോൺഗ്രസ്സുകാരൻ തന്നെ, INC-കാരൻ തന്നെ. കോൺഗ്രസ്സുകാരനായിരുന്നു. ഇദ്ദേഹമായിട്ട് ചെറിയ എന്തോ ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നിരിക്കണം. ചെറിയ 1-2 ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഓക്കെ അല്ലേ? ശരി. 1962 ഇന്ത്യ ചൈന യുദ്ധ സമയത്ത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ. ഓക്കെ അല്ലേ? 62 ഇന്ത്യ ചൈന യുദ്ധ സമയത്ത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ. കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യത്തെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ. കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യത്തെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ. നെഹ്റു ആൻഡ് അയൂബ് ഖാൻ. നെഹ്റുവും അയൂബ് ഖാൻ കൂടെ ഒരു ഉടമ്പടി ഉണ്ടായിട്ടുണ്ട്. സിന്ധു നദീജല കരാർ. വർഷം 1960 സെപ്റ്റംബർ മാസം 19. പതുക്കെ ഒന്നുകൂടെ പറയുമോ? പറയാലോ. കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ. നെഹ്റുവും അയൂബ് ഖാൻ കൂടെ സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചു. അയൂബ് ഖാൻ പാകിസ്ഥാന് വേണ്ടിയും നെഹ്റു ഇന്ത്യക്ക് വേണ്ടിയാണ് ഒപ്പുവെച്ചത്. വർഷം 1960 സെപ്റ്റംബർ മാസം 19. ഏറ്റവും കൂടുതൽ ചോദിച്ച ക്വസ്റ്റ്യൻസിൽ ഒരെണ്ണമാണിത്. സിന്ധു നദീജല കരാർ. എപ്പോഴും ഇന്ത്യയായിട്ടോ ഇന്ത്യയും പാകിസ്ഥാനിൽ എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് വരുമ്പോൾ അപ്പോഴേ ഈ കരാർ ഒരു ചർച്ചയായിട്ട് വരാറുണ്ട്. അടുത്തത് ക്വിറ്റ് ഇന്ത്യ സമരം. 1960 സെപ്റ്റംബർ 19. 1960 സെപ്റ്റംബർ 19. ഓക്കെ സാർ. ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്ന സമയത്ത് ജയിലിൽ വെച്ചിട്ട് അദ്ദേഹം ഒരു കൃതി എഴുതിയത്. ക്വിറ്റ് ഇന്ത്യ സമരത്തെ അദ്ദേഹം ജയിലിലായിരുന്നു. ആ സമയത്ത് അദ്ദേഹം ഒരു കൃതി എഴുതിയിട്ടുണ്ട്. ആ കൃതിയാണ് ഇന്ത്യയെ കണ്ടെത്തൽ, ഡിസ്കവറി ഓഫ് ഇന്ത്യ. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകം അദ്ദേഹത്തിൻ്റെതാണ്. വിശ്വചരിത്ര അവലോകനം എന്ന് പറയുന്ന പുസ്തകം ഇദ്ദേഹത്തിൻ്റെതാണ്. വിശ്വചരിത്ര അവലോകനം. PSC ഇതേ പേര് തന്നെ ചോദിച്ചു, അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ പറയുന്നത്. ഇന്ത്യയെ കണ്ടെത്തൽ എന്നും ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നും ഒറ്റ പുസ്തകമാണ്. ഇന്ത്യയെ കണ്ടെത്തലും ഡിസ്കവറി ഓഫ് ഇന്ത്യ ഒരു പുസ്തകമാണ്. ഇത് രണ്ടും ഇംഗ്ലീഷിലും മലയാളത്തിലും മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അടുത്തതായിട്ട് ഞാൻ പറഞ്ഞ പുസ്തകമായ വിശ്വചരിത്ര അവലോകനം മലയാളത്തിൽ മാത്രമാണ് ചോദിച്ചിട്ടുള്ള പുസ്തകം. വിശ്വചരിത്ര അവലോകനം 1936 അദ്ദേഹം അദ്ദേഹത്തിന്റെ ആത്മകഥ പുറത്തിറക്കി. അതിന്റെ പേര് ഒരു ആത്മകഥ എന്നാണ്. അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയുടെ പേര് ഒരു ആത്മകഥ എന്നാണ്. വർഷം 1936 അത് പുറത്തിറക്കിയത്.
1954 ഏപ്രിൽ മാസം 29 പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ടു ചൈനയുടെ പ്രധാനമന്ത്രിയായിരുന്ന ചൗ എൻലായി ഒത്ത്. 1954 ഏപ്രിൽ മാസം 29 പഞ്ചശീല തത്വങ്ങൾ ഒപ്പിട്ടു ചൗ എൻലായിയുമായിട്ടായിരുന്നു, ചൈനയുടെ പ്രൈം മിനിസ്റ്ററായ ചൗ എൻലായിയുമായിട്ടായിരുന്നു. ചൗ എൻ ലായ്. സാർ ഒന്ന് സ്ലോയിൽ പറയാവോ? പറയാലോ. എവിടെ മുതൽ പറയണം? വിശ്വചരിത്ര അവലോകനം മുതൽ. വിശ്വചരിത്ര അവലോകനം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. അദ്ദേഹത്തിന് ആത്മകഥയുണ്ട്. അത് ഒരു ആത്മകഥ എന്നാണ് ആത്മകഥയുടെ പേര്. അതിന്റെ വർഷം 1936 ആ പുസ്തകം പുറത്തിറങ്ങുന്നത്. 1954 ഏപ്രിൽ മാസം 29 പഞ്ചശീല തത്വങ്ങൾ എന്നൊരു ഉടമ്പടി ചൈനയുമായിട്ട് ഇന്ത്യ ഒപ്പുവെച്ചു. ആ സമയത്ത് ചൈനീസ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ചൗ എൻ ലായ്. 1955 ഇദ്ദേഹത്തിന് ഭാരതരത്ന ലഭിച്ചു. ഭാരതരത്ന ലഭിച്ച വർഷം 1955. ടാഗോർ ഇദ്ദേഹത്തെ, രവീന്ദ്രനാഥ ടാഗോർ ഇദ്ദേഹത്തെ ഋതുരാജൻ എന്ന് വിളിച്ചു. ഋതുരാജൻ എന്ന് വിളിച്ചു. വിൻസ്റ്റൺ ചർച്ചിൽ ഇദ്ദേഹത്തെ വിളിച്ചത് ഭയത്തിന്റെയും വെറുപ്പിന്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ. ഭയത്തിന്റെയും വെറുപ്പിന്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്നാണ് വിൻസ്റ്റൺ ചർച്ചിൽ എന്നറിയപ്പെടുന്ന ബ്രിട്ടന്റെ ഫേമസ് ആയിട്ടുള്ള പ്രൈം മിനിസ്റ്റർ ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചു. ഭയത്തിന്റെയും വെറുപ്പിന്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ. 1964 മെയ് മാസം 27 ഇദ്ദേഹം മരിച്ചു. അന്ത്യവിശ്രമ സ്ഥലം ശാന്തിവനം. ശാന്തിവനം. അദ്ദേഹം മരിച്ചു ഡേറ്റ് എന്ന് പറയാവോ? 1964 മെയ് മാസം 27 1964 മരിച്ചു. മരിച്ച അന്ത്യവിശ്രമ സ്ഥലം അറിയപ്പെടുന്നത് ശാന്തിവനം എന്നാണ്. സർ, ആ വിൻസ്റ്റൺ ചർച്ചിലിന്റെ കോട്ട് ഒന്നും കൂടി പറയാമോ? വിൻസ്റ്റൺ ചർച്ചിൽ അദ്ദേഹം പറഞ്ഞ ഭയത്തിന്റെയും വെറുപ്പിന്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ. ഭയത്തിന്റെയും വെറുപ്പിന്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ. ഓക്കെ സർ. നവംബർ 14 അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ് നമ്മൾ ശിശുദിനമായിട്ടൊക്കെ ആചരിക്കുന്നത്. നവംബർ 14 ശിശുദിനം. അതൊന്ന് മറന്നു പോയത്. വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് നെഹ്റുവായിട്ട് ബന്ധപ്പെട്ട്. നമ്മൾ ചുരുക്കി പറയുവാണ്. നമ്മുടെ പോർഷനിൽ നമ്മൾ ഔട്ട് ആവാൻ പാടില്ലാത്തതുകൊണ്ട് ചുരുക്കി പോവാണ്. ഓക്കെ അല്ലേ? അടുത്തത് ഗുൻസാരിലാൽ നന്ദ. വിൻസ്റ്റൺ ചർച്ചിന്റെ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുള്ളത് ആരായിരുന്നു? ഋതുരാജൻ. രവീന്ദ്രനാഥ ടാഗോർ. ഋതുരാജൻ എന്ന രവീന്ദ്രനാഥ ടാഗോർ. ഓക്കെ അല്ലേ? ശരി. അടുത്തത് ഗുൻസാരിലാൽ നന്ദ. ദേശീയ ആസൂത്രണ കമ്മീഷന്റെ ഫസ്റ്റ് ഉപാധ്യക്ഷനായ ആളാണ് ഗുൻസാരിലാൽ നന്ദ. ഇന്ത്യയുടെ ഒരേ ഒരു ആക്ടിംഗ് പ്രൈം മിനിസ്റ്ററും ഗുൻസാരിലാൽ നന്ദയാണ്. നാരായൺഘട്ടാണ് അദ്ദേഹത്തിന് അന്ത്യവിശ്രമ സ്ഥലം. 3 പോയിന്റേ ഉള്ളൂ. ഒന്നുകൂടെ പറയാം. ദേശീയ ആസൂത്രണ കമ്മീഷന്റെ ഫസ്റ്റ് ഉപാധ്യക്ഷൻ. ദേശീയ ആസൂത്രണ കമ്മീഷന്റെ ഫസ്റ്റ് ഉപാധ്യക്ഷൻ. ദേശീയ ആസൂത്രണ കമ്മീഷന്റെ ഫസ്റ്റ് ഉപാധ്യക്ഷൻ. ഇന്ത്യയുടെ ഒരേ ഒരു ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ. അന്ത്യവിശ്രമ സ്ഥലം നാരായൺഘട്ട്. സാർ ഒരു തവണ പറയുമോ? പറയാം. ദേശീയ ആസൂത്രണ കമ്മീഷന്റെ ഫസ്റ്റ് ഉപാധ്യക്ഷൻ. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വർഷം 50 മാർച്ച് 15 അല്ലേ? 50 മാർച്ച് 15 അല്ലേ? അറിഞ്ഞൂടെ? അതെ സർ. 1950 മാർച്ച് 15 നമ്മുടെ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. അതിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷനാണ്. അധ്യക്ഷൻ എല്ലായ്പ്പോഴും പ്രസിഡന്റ് ആയിരിക്കും, പ്രധാനമന്ത്രി ആയിരിക്കും. അധ്യക്ഷൻ എല്ലായ്പ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും. ഉപാധ്യക്ഷന് വേറെ ഒരാളെ തെരഞ്ഞെടുക്കും. അപ്പൊ ആദ്യത്തെ ഉപാധ്യക്ഷനായിരുന്നു ഗുൻസാരിലാൽ നന്ദ. ഇന്ത്യയുടെ ഒരേ ഒരു ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു അദ്ദേഹം. നാരായൺഘട്ട് ആയിരുന്നു അന്ത്യവിശ്രമ സ്ഥലം. സർ, എത്ര തവണ ആയിട്ടുണ്ടായിരുന്നു? 2 തവണയാണോ? എത്ര തവണ ആയിട്ടുണ്ടായിരുന്നു ആക്ടിംഗ് പ്രസിഡന്റ്? 2 തവണ ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ,
ഒരു തവണയാണ് പൊതുവെ എല്ലാവരും അംഗീകരിച്ചേക്കുന്നത്. 2 തവണ ആയിട്ടുണ്ടെന്നാണ് നമ്മുടെ ഒരു രേഖകളിലൊക്കെ പറയുന്നത്. 2 തവണ ആയിട്ടുണ്ട്. പുസ്തകങ്ങളിലൊക്കെ പലതും 2 തവണയാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ശരി. അടുത്തത് ലാൽ ബഹദൂർ ശാസ്ത്രി. ലാൽ ബഹദൂർ ശാസ്ത്രി ഗുഡ് എന്താ ഓക്കെ ആണോ? ഓക്കെ സർ. ഗാന്ധി ജനിച്ച ഡേറ്റ് 1904 അദ്ദേഹം ജനിച്ചത്. ഗാന്ധി ജനിച്ച ഡേറ്റ് ഏതാ? ഒക്ടോബർ 2. ഒക്ടോബർ 2 1904 ലാൽ ബഹദൂർ ശാസ്ത്രി ജനിക്കുന്നത്. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം മുഴക്കിയ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം മുഴക്കിയ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം മുഴക്കിയ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ. 1960 ജനുവരി മാസം 10 1966 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ സമയത്ത് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. 1966 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ സമയത്ത് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. ഓക്കെ, 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ സമയത്ത് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ സമയത്ത് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. 1965 ഇന്ത്യ പാക് യുദ്ധ സമയത്ത് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. ഓക്കെ അല്ലെ? 1966 പറയാൻ കേട്ടോ, ആൻസർ പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരിക 1966 ആയിരിക്കും. സർ 1960 ജനുവരിയിൽ ഒരു കാര്യം പറഞ്ഞില്ലേ? 1960 ജനുവരിയിൽ എന്തേ പറഞ്ഞായിരുന്നു ഞാൻ? അല്ല, 66 ജനുവരി അത് പറയാം. 66 ജനുവരി 10 പറയാം. ഇതുമായി ബന്ധപ്പെട്ട കേസാണ്, യുദ്ധവുമായിട്ടുണ്ട്. 1965 66 65-66 ഇന്ത്യ പാക് യുദ്ധ സമയത്ത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. 1965-66 കാലഘട്ടത്തിലെ ഇന്ത്യ പാക് യുദ്ധ സമയത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. 1966 ജനുവരി മാസം 10 1966 ജനുവരി മാസം 10 ഇന്ത്യ പാകിസ്ഥാൻ ഉടമ്പടി താഷ്കന്റിൽ വെച്ച് ഒപ്പിട്ടു. ജനുവരി 10 താഷ്കന്റ് കരാർ എന്നിത് അറിയപ്പെടും. പാകിസ്ഥാന് വേണ്ടി ഒപ്പിട്ട ആളുടെ പേര് അയ്യൂബ് ഖാൻ. പാകിസ്ഥാന് വേണ്ടി ഒപ്പിട്ട ആള് അയ്യൂബ് ഖാൻ ആയിരുന്നു. ഒന്നും കൂടി ഒന്നും പറയാൻ പറ്റുമോ? പറയാം. ഒക്ടോബർ 2 1904 ജനിച്ചു. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം മുഴക്കി 1965-66 കാലഘട്ടത്തിൽ നടന്ന ഇന്ത്യ പാക് യുദ്ധ സമയത്തെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ. ജനുവരി മാസം 10 1966 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സമാധാന ഉടമ്പടി ഒപ്പിട്ടു താഷ്കന്റിൽ വെച്ച്. താഷ്കന്റ് കരാറിൽ ഒപ്പിട്ട വർഷം ഡേറ്റ് 1966 ജനുവരി 10. ഇന്ത്യക്ക് വേണ്ടി ലാൽ ബഹദൂർ ശാസ്ത്രിയും പാകിസ്ഥാന് വേണ്ടി അയ്യൂബ് ഖാനുമായിരുന്നു ഒപ്പുവെച്ചത്. തൊട്ടടുത്ത ദിവസം 1906 ജനുവരി മാസം 11 ലാൽ ബഹദൂർ ശാസ്ത്രി മരിച്ചു. അന്ത്യവിശ്രമ സ്ഥലം വിജയ്ഘട്ട്. അന്ത്യവിശ്രമ സ്ഥലം വിജയ്ഘട്ട്. ഓക്കെ അല്ലേ? അടുത്തത് ഇന്ദിരാഗാന്ധിയെ കുറിച്ച് പറയുകയാണ്. ഇന്ദിരാഗാന്ധി. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ ലാൽ ബഹദൂർ ശാസ്ത്രിയിൽ ഇനിയും ഉണ്ട്. നമ്മൾ ചുരുക്കി പോകണം, കാരണം നമ്മൾ ടോപ്പിക്കിന് ഔട്ടാവാൻ പാടില്ല. ഓക്കെ അല്ലേ? ശ്രീജ രാജ് പറ. ഡെത്ത് ഇയർ ഒന്ന് പറയാമോ? ഏത് ഇയർ ആണ്? ഡെത്ത് ഇയർ ജനുവരി 11 1966 ജനുവരി 11. 10-ാം തീയതി കരാർ ഒപ്പിട്ടു. 11-ാം തീയതി അദ്ദേഹം ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട് അദ്ദേഹത്തിന്റെ ബോഡി കണ്ടു. മരിച്ച ആദ്യ പ്രധാനമന്ത്രി അല്ലേ? വിദേശത്ത് വെച്ച് മരണപ്പെട്ട ആദ്യത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. വിദേശത്ത് മരണപ്പെട്ട ആദ്യത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അല്ലെങ്കിൽ ഒരേ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി. വിദേശത്ത് വെച്ച് മരണപ്പെട്ട ഒരേ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി. മരണത്തിനെ പറ്റി എന്തോ പറയുന്നില്ലേ? ദുരൂഹത ഉണ്ട്. CIA ആണെന്നും അല്ലെങ്കിൽ റഷ്യയുടെ തന്നെ അന്നത്തെ സോവിയറ്റ് യൂണിയന്റെ KGB ആണെന്നും ഒക്കെ പറയുന്നുണ്ട്. പാകിസ്ഥാന്റെ ISI ആണെന്നും ഒക്കെ പറയുന്നുണ്ട്. പലരും പല കഥയാണ് പറയുന്നത്. കൂടുതൽ പേര് പറഞ്ഞ ഒരു കൊച്ചുകുരുവിയുടെ പതനം എന്ന് പറയാറുണ്ട്. ഒരു കൊച്ചുകുരുവിയുടെ പതനം എന്നറിയപ്പെടും, പറയുന്നു. ഒരു കൊച്ചുകുരുവിയുടെ പതനം, അതൊക്കെ കറക്റ്റ് ആണ്. ഓക്കെ അല്ലേ? ഒരു കൊച്ചുകുരുവിയുടെ അവസാന വിജയം ഒന്നല്ലേ സാർ? സോറി, ഒരു കൊച്ചുകുരുവിയുടെ അവസാന വിജയം. ഒരു കൊച്ചുകുരുവിയുടെ അവസാന വിജയം, അതാണ് കറക്റ്റ് കേട്ടോ. ഫാൾ ഓഫ് സ്പാരോ. മറ്റേ സലീം അലിയുടെ കൃതിയാണ് ഫാൾ ഓഫ് സ്പാരോ കേട്ടാ.
ആ ശരി, ഒരു കൊച്ചുകുടിയുടെ അവസാനം. ഓക്കെ ഓക്കെ ശരി. അപ്പൊ നേരെ ഞാൻ ഇന്ദിരാഗാന്ധിയിലോട്ട് പോവാണ്. ഇന്ദിരാഗാന്ധി ഓക്കെ അല്ലേ? ഇന്ത്യയുടെ ഉരുക്ക് വനിത, ഇന്ത്യയുടെ ഒരേ ഒരു വനിതാ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. ആരുടെ? ഇന്ദിരാഗാന്ധി. കാലഘട്ടം 66 മുതൽ 77 വരെ ഒരു ടേം, 80 മുതൽ 84 വരെ രണ്ടാമത്തെ ടേം. അങ്ങനെ 2 ടേമിൽ അവർ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. 66 മുതൽ 77 വരെ, 80 മുതൽ 84 വരെ. ഓക്കെ അല്ലേ? ഇന്ത്യയുടെ ഉരുക്ക് വനിത എന്നറിയപ്പെടുന്നു. ഇന്ത്യയുടെ ഏറ്റവും ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ഇന്ദിരാഗാന്ധി. ഇന്ദിരാ പ്രിയദർശിനി എന്നൊരു പുസ്തകം അമർത്യ സെൻ എഴുതിയിട്ടുണ്ട്. ഇന്ദിരാ പ്രിയദർശിനി എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയായിരുന്നു ചോദിച്ചാൽ അമർത്യ സെൻ. 66 മുതൽ 77 വരെ അവര് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. 80 മുതൽ 84 വരെ അവര് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. ഇന്ത്യയുടെ ഉരുക്ക് വനിത എന്നറിയപ്പെടുന്നു. ഇന്ദിരാ പ്രിയദർശിനി എന്ന പുസ്തകം എഴുതിയത് അമർത്യ സെൻ ആണ്. 1969 റാഷിദ ആർ പറഞ്ഞു. 1969 ഏപ്രിൽ 19-ന് 14 റാഷിദ. പുസ്തകത്തിന്റെ പേര് ഇന്ദിരാ പ്രിയദർശിനി എന്നാണോ? ഇന്ദിരാ പ്രിയദർശിനി എന്നാണ് അവര് അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? ഗാന്ധി എന്നുള്ള ഗാന്ധി എടുത്ത് നെഹ്റു തന്ത്രപരമായിട്ട് ഇട്ടു. ഓക്കെ, ഇന്ദിരാ പ്രിയദർശിനി. അവര് ആ പുസ്തകം എഴുതിയത് അമർത്യ സെൻ. സാർ വൺസ് മോർ ഇന്ദിരാഗാന്ധി. അജയ് കുമാർ. തുടങ്ങിയതേ ഉള്ളൂ. ഇന്ത്യയുടെ ഉരുക്ക് വനിത 1966 മുതൽ 1977 വരെ, 66 മുതൽ 77 വരെ ഒരു കാലഘട്ടം, 1980 മുതൽ 84 വരെ 2 കാലഘട്ടം, രണ്ടാമത്തത്. അങ്ങനെ 2 ടേമിൽ 80 മുതൽ 84 വരെയും 66 മുതൽ 77 വരെയും അവർ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് ജോലി നോക്കിയിട്ടുണ്ട്. ഇന്ദിരാ പ്രിയദർശിനി എന്ന പുസ്തകം എഴുതിയ അമർത്യ സെൻ 1969 ഏപ്രിൽ മാസം 10-ന് 14 ബാങ്ക് ദേശസാൽക്കരിച്ചു. 14 ബാങ്ക് ദേശസാൽക്കരിച്ചു. 1969 ഏപ്രിൽ മാസം 10 14 ബാങ്ക് ദേശസാൽക്കരിച്ചു. 1969 ഏപ്രിൽ 19 14 ബാങ്ക് ദേശസാൽക്കരിച്ചു. 1971 പ്രിവി പഴ്സ് നിർത്തലാക്കി. അതായത് ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാർക്ക് ഒരു നിശ്ചിത തുക പെൻഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു. അത് നിർത്തലാക്കിയ വർഷമാണ് 1971. 26ാമത്തെ അമെന്റ്മെന്റ് പ്രകാരം അത് നിർത്തലാക്കി. പ്രിവി പേഴ്സിന്റെ ഒന്നുകൂടെ പറയോ? 1971 പ്രിവി പഴ്സ് നിർത്തലാക്കി. അതായത് നാട്ടുരാജാക്കന്മാർക്ക് ഒരു നിശ്ചിത തുക പെൻഷനായിട്ട് കൊടുക്കുമായിരുന്നു. അത് നിർത്തലാക്കി 1971. 1971 അമെന്റ്മെന്റ് 26ാമത്തെ അമെന്റ്മെന്റ്, 26th അമെന്റ്മെന്റ്. ആയിരത്തി 1971 ഭാരതരത്ന ലഭിച്ചു. ഭാരതരത്ന ലഭിച്ച ഫസ്റ്റ് വനിത. ഭാരതരത്ന ലഭിച്ചു. മറ്റ് വനിതകൾ അരുണ ആസഫ് അലി, MS സുബ്ബലക്ഷ്മി, മദർ തെരേസ. ആയിരത്തി 1972 ജൂലൈ 2 സിംല കരാർ സുൽഫീഖർ അലി ഭൂട്ടയുമായിട്ട്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഒപ്പിട്ട കരാറാണ് 1972 ജൂലൈ 2-ന് ഒപ്പിട്ട സിംല കരാർ. സുൽഫീഖർ അലി ഭൂട്ടയായിരുന്നു പാകിസ്ഥാൻ ഭരണാധികാരി. 1974 ഫസ്റ്റ് ആണവ പരീക്ഷണം നടത്തി പൊക്രാനിൽ. ഇരുപതിന പരിപാടി പ്രഖ്യാപിച്ച ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ 5ാമത്തെ 5-year പ്ലാനിലെ 20ദിന പരിപാടി പ്രഖ്യാപിക്കുകയും ഹരീബി ഹടാവു ഗരീബി ഹടാവു എന്ന മുദ്രാവാക്യം മുഴക്കുകയും ചെയ്തു.
1972 ജൂലൈ 2 സിംല കരാർ ഒപ്പിട്ടു സുൽഫിക്കർ അലി ഭൂട്ടോയുമായിട്ട്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാവുകയും ബംഗ്ലാദേശിനെ മോചിപ്പിക്കുകയും ചെയ്തു. ബംഗ്ലാദേശ് രാജ്യം രൂപീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ഒപ്പിട്ട കരാറാണ് 1972 ജൂലൈ 2 സിംല കരാർ. സുൽഫിക്കർ അലി ഭൂട്ടോ ആയിരുന്നു പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ, പാകിസ്ഥാന്റെ ഭരണാധികാരി. 1974 ഫസ്റ്റ് ആണവ പരീക്ഷ നടത്തി പൊക്രാനിൽ. സാർ ആ ഇയർ ഒന്നുകൂടി പറയാമോ? പൊക്രാനിലെ ആണവ പരീക്ഷണം നടത്തിയ ഇയർ മാത്രം മതി. 1974 1974. സാർ ലാസ്റ്റ് പോയിന്റ് കൂടി പറയോ? ബംഗ്ലാദേശ് 1972 ജൂലൈ 2 അത് പ്രകാരം ബംഗ്ലാദേശിന് രാജ്യം വരികയും ഇന്ത്യ പാകിസ്ഥാൻ കരാർ ഒപ്പിടുകയും ചെയ്തു. സിംല കരാർ. പാകിസ്ഥാന് വേണ്ടിയിട്ട് സുൽഫിക്കർ അലി ഭൂട്ടോ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഭരണാധികാരി. വേറെ ആരും ഒന്നുകൂടെ ചോദിച്ചു. സർ ഞാൻ ചോദിച്ചത് 20 പരിപാടി, പിന്നെ ഗരീബി ഘടാവോ, ആ 2 പോയിന്റ്സ് ഒന്നോട് പറയോ? 5ാമത്തെ 5 ഇയർ പ്ലാനിൽ 20 പരിപാടി പ്രോഗ്രാം പ്രഖ്യാപിച്ചു ഇന്ദിരാഗാന്ധി. ഓക്കെ അല്ലേ? അതിൽ അവർ മുഴക്കിയ മുദ്രാവാക്യമാണ് ഗരീബി ഹടാവോ, ദാരിദ്ര്യം ഇല്ലാതാക്കുക. ഗരീബി ഹടാവോ, ഗരീബി ഹടാവോ. ഓക്കെ അല്ലേ? 1975 ഏപ്രിൽ മാസം 19 ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച സമയത്തെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ. പറയൂ. ആര്യഭട്ട വിക്ഷേപിച്ചത് 975 ഏപ്രിൽ 19. ഓക്കെ അല്ലേ? ഏപ്രിൽ 19 ഫസ്റ്റ് കൃത്രിമ ഉപഗ്രഹം 1975. 1975 ജൂൺ മാസം 25 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. 1975 ജൂൺ മാസം 25 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ദേശീയ അടിയന്തരാവസ്ഥ, ആഭ്യന്തര അടിയന്തരാവസ്ഥ, ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഓക്കെ അല്ലേ? ഇവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1917 നവംബർ 19 ജനിച്ചത്. 1917 നവംബർ 19 ജനിച്ചത്. ഈ നവംബർ 19 ദേശീയ ഉദ്ഗ്രഥന ദിനമായിട്ട് ആചരിക്കുന്നു. ദേശീയ ഉദ്ഗ്രഥന ദിനമായിട്ട് നവംബർ 19 ആചരിക്കുന്നു. 1917 നവംബർ 19 ജനിച്ചു. ദേശീയ ഉദ്ഗ്രഥന ദിനമായിട്ട് ആചരിക്കുന്നു. പിന്നെ നമ്മുടെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടന്ന സമയത്ത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടന്ന സമയത്ത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. പിന്നെ സ്വരൻ സിംഗ് കമ്മിറ്റി പ്രകാരം ഞാൻ നിങ്ങളെ പഠിപ്പിച്ച ഒരു ക്വസ്റ്റ്യൻ. സ്വരൻ സിംഗ് കമ്മിറ്റി പ്രകാരം ഭേദഗതി വന്ന വർഷം ഏതാണ്? 1974. എത്രാമത്തെ അമെന്റ്മെന്റ് ആണ് ഇത്? 42nd. എത്രാമത്തെയാ? 42. 1976 42ാമത്തെ അമെന്റ്മെന്റ് പ്രകാരം. ഓക്കെ. അപ്പൊ 1976 42ാമത്തെ അമെന്റ്മെന്റ് പ്രകാരമാണ് എന്താ ആമുഖം ഭേദഗതി ചെയ്തത്. ഓക്കെ അല്ലേ? ആ സമയത്ത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ഇന്ദിരാഗാന്ധി. ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ നടന്ന സമയത്ത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. ഇവര് കൊല്ലപ്പെടുകയാണ്, അംഗരക്ഷകരാൽ വധിക്കപ്പെട്ടു. അത് മരണപ്പെട്ടത് ഒക്ടോബർ മാസം 31 1984 പുനരർപ്പണ ദിനം ആയിട്ടാണ് ഈ ദിവസം രാജ്യം ആചരിക്കുന്നത്. അതായത് 1976 42ാമത്തെ അമെന്റ്മെന്റ് കൊണ്ടുവന്ന ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആമുഖ ഭേദഗതി ചെയ്തത്. ഓക്കെ അല്ലേ? പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ സമയത്ത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞത് നവംബർ 19 1917 ജനിച്ചത്. നവംബർ 19 ദേശീയോദ്ഗ്രഥന ദിനമായിട്ട് ആചരിക്കുന്നു. ഒക്ടോബർ 31 1984 അംഗരക്ഷകരുടെ വെടിയേറ്റ് മരിച്ചു. ഈ സമയത്ത് ഈ ദിനം ഒക്ടോബർ 31 അറിയപ്പെടുന്നത് ദേശീയോദ്ഗ്രഥന ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ദേശീയോദ്ഗ്രഥന ദിനം.
സോറി മാറിപ്പോയി, പുനരർപ്പണ ദിനം ജനിച്ചത് പുനരർപ്പണ ദിനവും നവംബർ 19 പുനരർപ്പണ ദിനവും മരിച്ചത് ദേശീയോദ്ഗ്രഥന ദിനവും. ഓക്കെ അല്ലേ? മരിച്ചത് ദേശീയോദ്ഗ്രഥന ദിനവും സോറി പിന്നെ തെറ്റി, ജനിച്ചത് ദേശീയോദ്ഗ്രഥന ദിനവും മരിച്ചത് പുനരർപ്പണ ദിനവും. ഓക്കെ അല്ലേ? ഒക്ടോബർ 31 പുനരർപ്പണ ദിനം, നവംബർ 19 ദേശീയോദ്ഗ്രഥന ദിനം. ഓക്കെ ആണോ? ഓക്കെ ആണോ? കൂടിയില്ലേ സർ? ആ ഇയർ ഒന്ന് പറയോ, മരിച്ച ഇയർ? ഒക്ടോബർ 31 1984 മരിച്ചത്. ഓക്കെ അല്ലേ? സമാധി സ്ഥലം അറിയപ്പെടുന്നത് ശക്തി സ്ഥൽ എന്നാണ്. സമാധി സ്ഥലം CNR കേട്ടില്ല. കേട്ടില്ല. ഒന്നുകൂടെ ഒന്ന്, അവിടെ റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. ഒന്നുകൂടെ ഒന്ന്. പ്രധാനമന്ത്രിയായ ദിവസം ബാലികാ ഡേ എന്തോ ഇല്ലേ, ആചരിക്കുന്നില്ലേ? പ്രധാനമന്ത്രിയായ ദിവസം ബാലികാ ദിനമായിട്ട് ആചരിക്കുന്നു എന്നാണ് എന്റെ ഓർമ്മയിൽ. അത് കറക്റ്റ് വരാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ ഡേറ്റ് പറയുവാണെങ്കിൽ ജനുവരി 24 ആണ് തോന്നുന്നു. ജനുവരി 24. ജനുവരി 24 6 അപ്പൊ ജനുവരി 24 ദേശീയ ബാലികാ ദിനമായി ആചരിക്കുന്നു. ജനുവരി 24 ദേശീയ ബാലികാ ദിനമായി ആചരിക്കുന്നു. ഓക്കെ അല്ലേ? ഇവരുടെ ആത്മകഥ PSC ചോദിച്ചിട്ടുണ്ട്. മൈ ട്രൂത്ത് എന്നാണ് ഇവരുടെ ആത്മകഥ. ഇവരുടെ ആത്മകഥ മൈ ട്രൂത്ത് എന്നാണ്. ഓക്കെ അല്ലേ? ദേശീയ ബാലികാ ദിനമാണ്. ഓക്കെ അല്ലേ? സർ സമാധി സ്ഥലം എന്നൊക്കെ പറയും. സമാധി സ്ഥലം ശക്തിസ്ഥൽ. 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 ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ശരി. അപ്പൊ ഏകദേശം ഇന്ദിരാഗാന്ധി വരെ ആയി. ഇനി അടുത്തത് പറയേണ്ടത് മൊറാർജി ദേശായി ആണ്. മൊറാർജി ദേശായി കഴിഞ്ഞ ഒരു ക്ലാസ്സിലെ ഫുൾ സ്റ്റോറി ഞാൻ പറഞ്ഞായിരുന്നു. കോൺഗ്രസ് ഇതര ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓർമ്മയുണ്ടോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. മുഹമ്മദ് രജീഷ് എറ്റേണൽ ഇന്ത്യ എന്ന ബുക്കും കൂടി ഇല്ലേ? പരീക്ഷയൊക്കെ ചോദിച്ചു. എറ്റേണൽ ഇന്ത്യ ഇന്ദിരാഗാന്ധിന്റെ ബുക്കല്ലേ എറ്റേണൽ ഇന്ത്യ? ഓർമ്മയില്ല കേട്ടോ. അത് നോക്കണം, നോക്കിയിട്ട് പറയാം. ശരി. ഇത് ഏറ്റവും കൂടുതൽ ചോദിച്ച പുസ്തകം മാത്രമേ ഞാൻ മൈൻഡിൽ വച്ചിട്ടുള്ളൂ. ഓക്കെ കേട്ടോ? ശരി. മൈ ട്രൂത്ത് ഒരുപാട് തവണ ചോദിച്ചതാ. ഓക്കെ അല്ലേ? ശരി. അടുത്തത് ഞാൻ പറഞ്ഞു മൊറാർജി ദേശായി. മൊറാർജി ദേശായി നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞു, ഫുൾ സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? അത് കറക്റ്റ് ആണ്. ഇന്ദിരാഗാന്ധിയുടെ പുസ്തകം കറക്റ്റ് ആണ്. ആ ആള് പറഞ്ഞ ആളാരുടെ? ആതിരയല്ലേ പറഞ്ഞ? ആതിര ഏതാ പറഞ്ഞേ? എറ്റേണൽ ഇന്ത്യ. ഓക്കെ അല്ലേ? എറ്റേണൽ ഇന്ത്യ അത് ഇന്ദിരാഗാന്ധിയുടെ പുസ്തകമാണ് കേട്ടോ. ഓക്കെ അല്ലേ? നല്ല കഴിവും വിവരവും ഭയങ്കര നോളജും പ്രായോഗിക ബുദ്ധിയും കപ്പാസിറ്റിയൊക്കെ ഉണ്ടായിരുന്ന ഒരു ഇന്ത്യയുടെ ഏറ്റവും ഇന്ത്യ കണ്ട ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ചരൺ സിംഗിനെയാണ് ഞാൻ പറഞ്ഞത്. ചരൺ സിംഗ് സോറി നമ്മുടെ മൊറാർജി ദേശായിയാണ്. നേരത്തെ ഒരു ക്ലാസ്സിൽ മൊറാർജി ദേശായി എടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ശരി. അപ്പം നമുക്ക് ഏകദേശം ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും കാര്യം ഞാൻ റിപ്പീറ്റ് ചെയ്യണം? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതുവരെയുള്ള? ഭാരതരത്നം കിട്ടിയ വർഷം ഒന്ന് പറയോ? ഭാരതരത്നം കിട്ടിയ വർഷം 71-ലാണ്. ഭാരതരത്നം കിട്ടിയ ഫസ്റ്റ് വനിതയാണ്. മറ്റ് വനിതകള് ഇവരൊക്കെയാണ്: അരുണ അസഫ് അലി, മദർ തെരേസ, MS സുബ്ബലക്ഷ്മി. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. എന്റെ ഓർമ്മയിൽ ഇവർ രണ്ട് ഇത്രയാണ് എന്റെ ഓർമ്മ കിടക്കുന്നത് മറ്റു വനിതകൾ. സർ 1976 42-ാം അമെൻമെന്റിന്റെ ആ പോയിന്റ് എന്ന് പറയുമോ? 1972 42-ാം ഭേദഗതി അനുസരിച്ച് സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ഇതനുസരിച്ച് നമ്മൾ 2-3 വാക്കുകൾ കൂട്ടിച്ചേർക്കുകയും
ആമുഖം ഭേദഗതി ചെയ്യുകയും ചെയ്തു. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ആമുഖം ഭേദഗതി വരുത്തുകയും ചെയ്തായിരുന്നു 76-ലെ 42-ാം ഭേദഗതി അനുസരിച്ച്. ഓക്കെ ആണോ? നമ്മൾ കൂട്ടിച്ചേർത്ത വേട് ഏതൊക്കെയാണ്? അന്ന് നമ്മൾ കൂട്ടിച്ചേർത്ത മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഭേദഗതിയാണ് അത്. സ്വരൺ സിംഗ് കമ്മിറ്റി അനുസരിച്ച് 3 വേർഡ് നമ്മൾ കൂട്ടിച്ചേർത്തു. സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇന്റഗ്രിറ്റി എന്നൊക്കെ വേർഡൊക്കെ നമ്മൾ കൂട്ടിച്ചേർത്തു. പാർട്ട് 4A 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തു. ആർട്ടിക്കിൾ 51A ആയിട്ട് 14-ാമതായിട്ട് ഒരു 14A എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ വന്നെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഓക്കെ അല്ലേ? അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ കുറിച്ച് പറഞ്ഞത്. പിന്നെ ഇവര് ലോക്സഭയുടെ കാലാവധി 5 നിന്ന് 6 ആയിട്ട് ഉയർത്തി എന്ന് പറഞ്ഞായിരുന്നു. സർ അതില് സ്വരൺ സിംഗ് കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ഇന്ദിരാഗാന്ധിയെ കുറിച്ച് ഒരുപാട് പേര് പുസ്തകം എഴുതിയിട്ടുണ്ട് കേട്ടോ. മുഹമ്മദ് എന്തിനു ചോദിച്ചാ? സ്വരൺ സിംഗ് കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം പിന്നെ മുഴുവനും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം മാത്രമാണോ സ്വരൺ സിംഗ് റിപ്പോർട്ട്? എല്ലാം ഒന്നും എടുത്തില്ല, കുറച്ച് കാര്യങ്ങളെ എടുത്തിട്ടുള്ളൂ. അവർ ഒരുപാട് നിർദ്ദേശങ്ങൾ വെച്ചു, എല്ലാം ഒന്നും എടുത്തില്ല. ഓക്കെ അല്ലേ? നമുക്ക് ലതാ മങ്കേഷ്കറേയും കൂടെ മറ്റു വനിതയുടെ കൂട്ടത്തിൽ ചേർക്കണം കേട്ടോ. ഞാൻ ഇതുവരെ ഭാരതരത്നം കിട്ടിയ വനിതകളെ ഒന്നുകൂടെ പറയാം. നമ്മുടെ ഇന്ദിരാഗാന്ധി, പിന്നെ മദർ തെരേസ, അത് കഴിഞ്ഞിട്ട് MS സുബ്ബലക്ഷ്മി, അരുണ ആസഫ് അലി, ലതാ മങ്കേഷ്കർ. ഓക്കെ അല്ലേ? ഇതിനകത്ത് എല്ലാം കറക്റ്റാണെന്ന് ശ്രദ്ധിച്ചോളണം. എന്റെ ഓർമ്മയിൽ നിന്ന് വരുന്നതാണ്. ഇന്ദിരാഗാന്ധിയെ കൂടാതെ ലതാ മങ്കേഷ്കർ ഒരാൾ മെസ്സേജ് ഇട്ടിട്ടുണ്ട്, ഫെലിക്സ് ജോസഫ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, വേറെ ആരെങ്കിലും ഓപ്ഷനിൽ ഓർമ്മ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഈ 4 ഭാരതരത്ന നേടിയ ലേഡീസിന് വ്യത്യാസം ഉണ്ടോ നോക്കിക്കോണേ. സർ, അരുണ ആസിഫ് അലിക്ക് മരണാനന്തരം കിട്ടിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ആരെ കൂടെ കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇദ്ദേഹത്തിന്റെ കൂടെ കിട്ടിയെന്ന് പറഞ്ഞായിരുന്നു. ആരുടെയാണ്? നമ്മളെ കലാമിന്റെ APJ കൂടെ നമുക്ക് മുൻസാരിലെന്ന് എന്തെങ്കിലും കിട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ പറയാത്ത പോയിന്റൊക്കെ ഞാൻ വേറെ എവിടെയെങ്കിലും ഒക്കെ പറഞ്ഞാണ് കണക്ട് ചെയ്ത്. അപ്പൊ നിങ്ങൾ നോട്ട് ശ്രദ്ധിച്ചോളണം. ഓക്കെ അല്ലേ? വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സർ, ഈ വൈസ് പ്രസിഡന്റ് അല്ലേ വെങ്കയ്യ നായിഡു, അവർ എത്രാമത്തെ വ്യക്തിയാണെന്ന് ഒന്ന് പറയാത്? വെങ്കയ്യ നായിഡു അല്ലേ? ഓക്കെ, ശരി. അദ്ദേഹം 13-ാമത്തെ വ്യക്തിയാണ്. 15-ാമത്തെ വൈസ് പ്രസിഡന്റും 13-ാമത്തെ വ്യക്തിയാണ്. എത്രാമത്തെ വൈസ് പ്രസിഡന്റ്? 15-ാമത്തെ വൈസ് പ്രസിഡന്റ്. എത്രാമത്തെ വ്യക്തിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വെങ്കയ്യ നായിഡു. കാരണം അത് 2 തവണ നമ്മുടെ ഉപരാഷ്ട്രപതിയായിട്ട് എസ് രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. ഭൈരോൻ സിംഗ് ഷെഖാവത്ത് 2 തവണ. അങ്ങനെ അവര് രണ്ടുപേരും കൂടെ 4 ടൈം ഇരുന്നു. എക്സ്ട്രാ 2 ടൈം. മൊത്തം ഹമീദ് അൻസാരിയും എസ് രാധാകൃഷ്ണനും അല്ലേ? ഹമീദ് അൻസാരി, എസ് രാധാകൃഷ്ണനും കൂടെ മൊത്തം 4 ടൈം. അതായത് രണ്ടുപേരും ഈ 2 ടൈം വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് 15-ാമത്തെ പ്രസിഡന്റ് ആവുന്നത്. വ്യക്തിയാണെങ്കിൽ 13-ാമത്തെ. 13-ാമത്തെ വ്യക്തി 15-ാമത്തെ പ്രസിഡന്റ്. വൈസ് പ്രസിഡന്റ്. പ്രസിഡന്റ് അല്ല, വൈസ് പ്രസിഡന്റ്. ശരി ശരി. ഓക്കെ, വേറെന്തെങ്കിലും? നമ്മൾ ഒന്നും നീങ്ങിയില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരെ ഫുള്ള് നമ്മൾ സ്റ്റോറി ഇതുവരെ പറഞ്ഞു തീർന്നില്ല. ഞാൻ അതങ്ങ് മുഴുവൻ പറഞ്ഞിട്ടാ, എന്നിട്ട് നമുക്ക് നിർത്താം. എന്തേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ നിൽക്കാം. ഇവിടെ അറ്റൻഡൻസിന് വേണ്ടിയിട്ട് നമ്പറൊക്കെ ഒന്നും പറഞ്ഞില്ല ആരും. ഓക്കെ, ഇനി കുറച്ച് പേരുടെ ഉള്ളൂ. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ടോപ്പിക് അങ്ങ് തീരാതെ അങ്ങ് പോകും. ഓക്കെ അല്ലേ? ശരി. അടുത്ത ചരൺ സിംഗ്. മൊറാർജി ദേശായി ഞാൻ പറയൂലെന്ന് പറഞ്ഞു, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത ഞാൻ ചരൺ സിംഗിലോട്ട് പോവാണ്. ചരൺ സിംഗ് ഏറ്റവും കുറച്ചു കാലം ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള വ്യക്തിയാണ് ചരൺ സിംഗ്. ഡിസംബർ മാസം 23 ഇദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ദേശീയ കർഷക ദിനമായിട്ട് ആചരിക്കുന്നു. ഒരു ന്യൂനപക്ഷ സർക്കാർ നേതൃത്വം കൊടുത്ത ഫസ്റ്റ് വ്യക്തിയാണ് ചരൺ സിംഗ്. ഒന്നുകൂടെ പറയാം, ഏറ്റവും കുറച്ചു കാലം പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. ഡിസംബർ മാസം 23 ദേശീയ കർഷക ദിനം ഒരു ന്യൂനപക്ഷ സർക്കാരിന് നേതൃത്വം കൊടുത്ത ഫസ്റ്റ് വ്യക്തിയാണ്. ഏറ്റവും കുറച്ചു കാലം പ്രൈം മിനിസ്റ്റർ, ഡിസംബർ 23 ദേശീയ കർഷക ദിനം, ഒരു ന്യൂനപക്ഷ സർക്കാരിന് നേതൃത്വം കൊടുത്ത ഫസ്റ്റ് വ്യക്തി. കിട്ടിയാലാർക്കും? ഒന്നുകൂടെ പറയാം. ഏറ്റവും കുറച്ചു കാലം പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. ഡിസംബർ 23 ദേശീയ കർഷക, അദ്ദേഹത്തിന്റെ ബർത്ത് ഡേറ്റ് ആയ ഡിസംബർ 23 ദേശീയ കർഷക ദിനമായിട്ട്, അഗ്രികൾച്ചർ ഡേ ആയിട്ട് ആചരിക്കുന്നു. ന്യൂനപക്ഷ സർക്കാരിന് നേതൃത്വം കൊടുത്ത ഫസ്റ്റ് വ്യക്തി, അതായത് മെജോറിറ്റി ഇല്ലാത്ത, അതായത് ഒരു കൂട്ടു മന്ത്രിസഭ,
ആയിരുന്നു ന്യൂനപക്ഷ സർക്കാർ. അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നേ. ആ ഇന്ദിരാഗാന്ധി ആണ് എന്നൊക്കെ എവിടെ ഇങ്ങനെ കേട്ടത് പോലെ കൺഫേം ഇത് പറയാൻ പറ്റുമോ സാറിന്? ഇന്ദിരാഗാന്ധി അല്ല. ന്യൂനപക്ഷ അല്ല, ഉറപ്പാണോ അത്? ഇന്ദിരാഗാന്ധി അല്ല, ഉറപ്പാണ് ഇന്ദിരാഗാന്ധി അല്ല. ഓക്കെ. ഇന്ദിരാഗാന്ധി കാരണം മൊറാർജി ദേശായിക്ക് സപ്പോർട്ട് കൊടുത്തു. മൊറാർജി ദേശായിക്ക് അല്ല, ഏതോ ഒരു ഗവൺമെന്റിന് ഇന്ദിരാഗാന്ധി സപ്പോർട്ട് കൊടുത്തായിരുന്നു. എന്നിട്ട് ഇന്ദിരാഗാന്ധി പുറത്ത് നിൽക്കുകയാണ് ഇത്. എന്നിട്ട് ഇന്ദിരാഗാന്ധി സപ്പോർട്ട് പിൻവലിച്ചു. അതാണ് അപ്പോ ഫസ്റ്റ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത് കേട്ടു. ഇല്ല, ന്യൂനപക്ഷ ഗവൺമെന്റ് പ്രൈം മിനിസ്റ്റർ ആയിട്ടില്ല അവര്. നേതൃത്വം കൊടുത്തിട്ടേ ഉള്ളൂ. നേതൃത്വം കൊടുത്തത് ഇദ്ദേഹമാണ്. ഓക്കെ, അവര് സപ്പോർട്ട് ചെയ്തിട്ട് വെളിയിൽ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള നേതൃത്വം കൊടുത്തിട്ടില്ല ഇന്ദിരാഗാന്ധി. സപ്പോർട്ട് ചെയ്തത് ചരൺ സിംഗ് ആണ്. ഓക്കെ, അന്നാണ് എന്റെ ഓർമ്മയെ കിടക്കുന്നത്. അങ്ങനെയാണ് എന്റെ ഓർമ്മയെ കിടക്കുന്നത്. അടുത്തത് രാജീവ് ഗാന്ധി, ഒക്ലയിലയുടെ രാജീവ് ഗാന്ധി ഇവിടെ വന്നിരിക്കുന്ന സാറേ, എക്സ്ക്യൂസ് മീ സാർ, സാറേ ഇദ്ദേഹം ചരൺ സിംഗ് അല്ലേ പാർലമെന്റിന് ഇതുവരെ അങ്ങനെ ഫേസ് ചെയ്യാത്ത അങ്ങനെ എന്തോ സംഭവിക്കില്ലേ? അഭിമുഖീകരിക്കാത്ത പ്രധാനമന്ത്രിയും ചരൺ സിംഗ് തന്നെയാണ്. കർഷക ദിനം ഡിസംബർ മാസം 23 ഡിസംബർ 23. ഓക്കെ, അടുത്ത രാജീവ് ഗാന്ധി വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ആക്കി. വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ആക്കി. 1989 61ാമത്തെ അമെന്റ്മെന്റ് പ്രകാരമാണ് ഇദ്ദേഹം വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ആക്കി. 1989 61ാമത്തെ അമെന്റ്മെന്റ്. ഇന്ത്യൻ വിവരസാങ്കേതിക പറയാം. വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്ന് 18 കൊണ്ടുവന്നത് 1981 61ാമത്തെ അമെന്റ്മെന്റ് പ്രകാരം രാജീവ് ഗാന്ധിയാണ്. അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്താണ്. പിന്നെ ഒരു അമെന്റ്മെന്റ് അദ്ദേഹം കൊണ്ടുവന്നു. 52ാമത്തെ അമെന്റ്മെന്റ് 1985 കൂറുമാറ്റ നിരോധന നിയമം. 52ാമത്തെ അമെന്റ്മെന്റ് 1985. 1986 പുത്തൻ വിദ്യാഭ്യാസ നയങ്ങൾ കൊണ്ടുവന്നു. 1986 അമെന്റ്മെന്റ് 61 ആണോ? 81 അമെന്റ്മെന്റ് ഏതായിരുന്നു? 1981 അമെന്റ്മെന്റ് അല്ലേ? 81 അമെന്റ്മെന്റ് ഒരു സെക്കൻഡ്. 81 അമെന്റ്മെന്റ് വോട്ടിംഗ് ഏജ് അത് 89 ആണ്. 89 ആണ്, 81 അല്ല, 89. ഓക്കെ സാർ, താങ്ക് യു. 86 സോറി 85 52ാമത്തെ അമെന്റ്മെന്റ് കൂറുമാറ്റ നിരോധനം. ആന്റി ഡിഫെക്ഷൻ ലോ 10ാമത്തെ ഷെഡ്യൂളിലാണ് കൊണ്ടുവന്നത്. ഓക്കെ അല്ലേ? കൂറുമാറ്റ നിരോധന നിയമം അമെന്റ്മെന്റാ? അമെന്റ്മെന്റ് കൂറുമാറ്റ നിരോധന നിയമം അതാണ് 52ാമത്തെ അമെന്റ്മെന്റ് 985 ആന്റി ഡിഫെക്ഷൻ ലോ എന്ന് പറയും. 10ാമത്തെ ഷെഡ്യൂളിലാണ് ഇത് ഉൾപ്പെടുത്തിയിരുന്നത്. മാർച്ച് 1 1985 മാർച്ച് 1. 1986 പുത്തൻ വിദ്യാഭ്യാസ നയങ്ങൾ കൊണ്ടുവന്നു. ഇന്ത്യൻ വിവര സാങ്കേതികയുടെ പിതാവ്. ഇന്ത്യൻ വിവര സാങ്കേതികയുടെ പിതാവ്. ഇന്ത്യൻ വിവര ഐടിയുടെ ഐടിയാണ്. ഇന്ത്യൻ ഐടിയുടെ അല്ലെ ഇന്ത്യൻ വിവര സാങ്കേതിക വിദ്യയുടെ പിതാവ്. ഇന്ത്യൻ വിവര സാങ്കേതിക വിദ്യയുടെ പിതാവ്. ഓക്കെ അല്ലേ? ഒരുപാട് പേര് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ എന്തായാലും ഇദ്ദേഹത്തിനെയും കൂടെ എടുത്ത് നിർത്താം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ആണോ? സാറേ 1980 പറയണ്ട. ആദ്യം ഫെബിൻ പറ. ആദ്യം എടുത്തത് ഫെബിനാണ്. ഫെബിൻ പറയൂ. ഈ പുത്തൻ വിദ്യാഭ്യാസ നയത്തിന് അതൊന്നുകൂടെ പറയുമോ? പുത്തൻ വിദ്യാഭ്യാസ നയത്തിന്റെ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നു. പുതിയതായിട്ടൊരു വിദ്യാഭ്യാസ പരിഷ്കരണം കൊണ്ടുവന്നു 1986. അടുത്തത് റിൻഷി കെ.വി. എല്ലാം ഒന്നുകൂടെ ഓടിച്ചിരുന്നു പറയാവോ? പറയാം, എല്ലാം ഓടിച്ചു പറയാം. ഞാൻ കുറച്ചുകൂടെ ബാക്കിയുണ്ട് രാജീവ് ഗാന്ധി, അത് പറഞ്ഞിട്ട് ഞാൻ ഓടിച്ചു പറയാം. അന്ത്യവിശ്രമ സ്ഥലം വീർഭൂമി എന്നറിയപ്പെടുന്നു. ആഗസ്റ്റ് 20 അദ്ദേഹത്തിന്റെ ജന്മദിനം, സദ്ഭാവനാ ദിനം. ആഗസ്റ്റ് 20 സദ്ഭാവനാ ദിനം. മെയ് മാസം 21 മരിച്ചു. ഭീകരവിരുദ്ധ ദിനം ആയിട്ട് ആചരിക്കുന്നു. മെയ് 21 ഭീകരവിരുദ്ധ ദിനം. 1991
1991 ഭാരതരത്ന ലഭിച്ചു. 1991 ഭാരതരത്ന ലഭിച്ചു. 1991 ഭാരതരത്ന ലഭിച്ചു. ഇനി ഞാൻ ഓടിച്ച് പറയാം ഒന്നുകൂടെ. 21 വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 മാറ്റി 61ാമത്തെ അമെന്റ്മെന്റ് 1989. 52ാമത്തെ അമെന്റ്മെന്റ് 985 കൂറുമാറ്റ നിരോധന നിയമം. ഓക്കെ അല്ലേ? 85 മാർച്ച് 1 വന്നത്. 10ാമത്തെ ഷെഡ്യൂളിൽ അത് ഉൾപ്പെടുത്തി. 86 പുത്തൻ വിദ്യാഭ്യാസ നയങ്ങൾ കൊണ്ടുവന്നു. ഇന്ത്യൻ വിവര സാങ്കേതിക വിദ്യയുടെ അഥവാ IT-യുടെ പിതാവ് എന്നൊക്കെ പറയാം. ഇന്ത്യൻ വിവര സാങ്കേതിക വിദ്യയുടെ പിതാവ്. അന്ത്യവിശ്രമ സ്ഥലം വീർഭൂമി. ആഗസ്റ്റ് 20 സദ്ഭാവന ദിനം, ജന്മദിനം. മെയ് മാസം 21 മരണദിനം, ഭീകരവിരുദ്ധ ദിനം. മരണാനന്തരം ഭാരതരത്ന ലഭിച്ചു 1991. സർ അദ്ദേഹം മരിച്ച ഇയർ ഒന്ന് പറയാവോ? കേട്ടില്ല. മരിച്ച ഇയർ മെയ് മരിച്ച ഇയർ 91 മെയ് മാസം 21 അദ്ദേഹം മരിക്കണം. അദ്ദേഹം ഒരു പബ്ലിക് മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളെ തമിഴ്നാട്ടിലെ സ്ഥലത്തിന്റെ പേര് മറന്നു. അവിടെയാണ് ശ്രീ പെരുമ്പത്തൂർ എന്നുള്ള സ്ഥലമാണ് സർ. ശ്രീ പെരുമ്പത്തൂര്. അവിടെ നിന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ബെൽറ്റ് ബോംബ് വെച്ച് ഒരു സ്ത്രീ, നളിനി എന്ന് മറ്റുമാണ് സ്ത്രീയുടെ പേരെന്നാണ് ഓർമ്മ. അവര് എന്താ പറയാ, അവര് അദ്ദേഹം എന്തോ തനു സ്ത്രീയുടെ പേര് തനു. അപ്പൊ ഈ തനു എന്ത് ചെയ്തു, എന്താ പറയാ, നമ്മളെ ചാവേറായിട്ട് അദ്ദേഹത്തെ വധിച്ചു. തനു എന്നാണ് പെൺകുട്ടി വരുന്നത്. നളിനിയും മറ്റൊരു പ്രതിയായിരുന്നു കേട്ടോ, ശ്രീ പെരുമ്പത്തൂര് വെച്ച്. മരണാനന്തരം ഭാരതരത്ന ലഭിച്ചു. ഓക്കെ ആണോ? ശരി. സിയാനാട്ട്. ഓക്കെ ശരി. ഞാനിത് ഇന്ന് ഫുൾ എടുക്കാന്ന് പറഞ്ഞ പ്രധാനമന്ത്രി തീർക്കാന്ന് പറഞ്ഞാൽ ഇരുന്നത്. അപ്പൊ ഒരുപാട് പേര് വന്നിട്ട് എന്താ പറയാ ഇരിക്കുന്നില്ല. അപ്പൊ അവർക്കൂടെ കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണ്. നിങ്ങൾക്ക് ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പം എല്ലാവർക്കും താങ്ക് യു. എല്ലാവരും എന്താ പറയാ ഹെൽത്തി ആയിട്ട് ഇരിക്കുക. മഴയൊക്കെ വരെയുള്ള സമയമാണ്. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു.